യോബിന്റെ പുസ്തകത്തിൽ ചിലപ്പോൾ ദൈവത്തിന്റെ ദൂതൻ നിൽക്കുന്നത്, പിശാച് ദൈവത്തിന്റെ സന്നിധിയിൽ വന്ന് നിൽക്കുന്നവർക്ക് കാണുവാൻ കഴിയുമായിരിക്കാം. പക്ഷേ ഞാൻ പറയുന്നു, പുതിയ നിയമത്തിൽ കർത്താവായ യേശു പിതാവായ ദൈവത്തിന്റെ വലതു ഭാഗത്തുള്ളത് കൊണ്ട് പിശാചിന് ഒരിക്കൽ പോലും ദൈവത്തിന് അഭിമുഖമായി നിന്നുകൊണ്ട് ദൈവത്തിന്റെ പൈതങ്ങൾക്കെതിരെ പ്രവർത്തിക്കുവാൻ കഴിയത്തില്ല. Praise the Lord. ഉറക്കെ ഹല്ലേലൂയ. കാരണം സ്വർഗത്തിലെ പിതാവായ ദൈവത്തിന്റെ വലതു ഭാഗത്തിന്റെ ക്രിസ്തു ഉണ്ട്. അവൻ എനിക്ക് വേണ്ടി നിനക്ക് വേണ്ടി മധ്യസ്ഥത ചെലുത്തുകയാണ്. നിനക്കെതിരെ അവൻ കാര്യാദികൾ പ്രസ്താവിക്കുവാൻ സ്വർഗത്തിലേക്ക് കടന്നുപോയാൽ നിനക്ക് വേണ്ടി പറയുവാൻ സ്വർഗത്തിലെ ക്രിസ്തു ഉണ്ട്. ആ വിശ്വാസമുള്ളവർ ദൈവത്തെ സ്തുതിച്ചോളൂ ശക്തിയോടെ. ഇത് പോരാ, നിങ്ങളുടെ ഈ സ്തുതി സ്തോത്രമൊന്നും പോരാ. ഈ കൊച്ചു പിള്ളേർ നിങ്ങളെക്കാളും എടുക്കരാ. ഉറക്കെ ദൈവത്തെ സ്തുതിച്ച് ഹല്ലേലൂയ ശക്തിയോടെ അക്കരങ്ങളെ തട്ടി. സ്പിരിച്വൽ ഫാറ്റ് ഫസ്റ്റ് പ്രസൻസ്, സ്പിരിച്വൽ ഫാറ്റ് ഫസ്റ്റ് എന്ന ഈ ശുശ്രൂഷ സംഘടന ക്രമീകരിക്കുന്ന ഈ ജീസസ് മഴക്കൾ ക്രൂസഡിലേക്ക് കടന്നു വന്നിരിക്കുന്ന നിങ്ങൾക്ക് ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനങ്ങളെ അർപ്പിക്കുകയാണ്. ശക്തിയേറിയ ദൈവിക ദൂതുകളാണ് അപ്പോസ്തലനായ പൗലോസിലൂടെ ദൈവത്തിന്റെ സഭയ്ക്ക് ലഭ്യമാകുവാൻ ഗവൺമെന്റിടയായത്. തന്റെ പ്രവർത്തന മണ്ഡലങ്ങൾ വളരെയധികം വിശാലവും നമ്മുടെ ചിന്താഗതിക്ക് അതീതവുമാണ്. എപ്പോഴെങ്കിലും അപ്പോസ്തലനായ പൗലോസിനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുവാൻ തക്കവണ്ണം ഇടയായാൽ വളരെയധികം വിശാലമേറിയ നിലവാരത്തിൽ മാത്രമേ നിങ്ങൾക്ക് ചിന്തിക്കുവാൻ തക്കവണ്ണം കഴിയത്തുള്ളൂ. അപ്പോസ്തലന്മാരുടെ പ്രവൃത്തികളെ കുറിച്ചുള്ള വ്യക്തമായ പഠനങ്ങൾ ഒരു വ്യക്തിക്ക് ലഭ്യമാകുവാൻ തക്കവണ്ണം ആരംഭിച്ചാൽ പൗലോസ് എഴുതിയ ലേഖനങ്ങളെ വല്ലാതെ വായിക്കുവാൻ തക്കവണ്ണം അവൻ തയ്യാറാകും. പലപ്പോഴും മനുഷ്യർ തന്റെ ജീവിതത്തിൽ വേദപുസ്തകം വായിക്കുക എന്ന് പറഞ്ഞാൽ അവൻ സങ്കീർത്തനങ്ങളിൽ പരിപൂർണമായി ഒതുക്കുകയാണ്. പക്ഷേ മനുഷ്യൻ ലേഖനങ്ങളിലേക്ക് തന്റെ ചിന്തയെ പരിപൂർണമായി കൊണ്ടുപോകുവാൻ തക്കവണ്ണം ആരംഭിക്കുമ്പോഴാണ് അവന്റെ ജീവിതം അനുഗ്രഹിക്കപ്പെട്ട നിലവാരത്തിലേക്ക് എത്തപ്പെടുവാൻ തക്കവണ്ണം കഴിയുന്നത്. വേദപുസ്തകം ധ്യാനിക്കുകയും വല്ലാതെ പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന വ്യക്തി ജീവിതത്തിൽ പലപ്പോഴും വിജയിക്കുവാൻ തക്കവണ്ണം ഇടയാകുന്നു. പലപ്പോഴും എനിക്ക് കാണുവാൻ തക്കവണ്ണം കഴിഞ്ഞിട്ടുള്ളത് ക്രിസ്തുവിനെ അറിഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ ദൈവ പൈതലാണ് എന്ന് പറയുന്ന പല വ്യക്തികളും തങ്ങളുടെ ജീവിതത്തിൽ വേദപുസ്തകം വായിക്കുന്നു എന്ന് പറഞ്ഞാൽ 2-3 അധ്യായങ്ങൾ അവരുടെ ജീവിതത്തിൽ വായിക്കുന്നു. വളരെയധികം വേഗത്തിൽ കിടന്നുറങ്ങുവാനാണ് അവർക്ക് താല്പര്യം. കാരണം വേദപുസ്തകം വായിക്കുവാൻ തുടങ്ങുമ്പോൾ തന്നെ അവർ വല്ലാതെ ഉറങ്ങുവാൻ തക്കവണ്ണം തുടങ്ങുകയാണ്. ഉറക്കം നഷ്ടപ്പെട്ടവർ പലപ്പോഴും ചെയ്ത പരിപാടി വേദപുസ്തകം വായിക്കുകയാണ്. പക്ഷേ നിന്റെ ഉറക്കം നഷ്ടപ്പെട്ട ഉറക്കത്തെ മാറ്റുക മാത്രമല്ല, നിന്റെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന പൈശാചിക ശക്തികളെ പരിപൂർണമായി തള്ളിക്കളഞ്ഞ് നിന്റെ ഉള്ളത്തിനകത്ത് ദൈവത്തിന്റെ ആത്മാവിനെ പകരുവാൻ പോലും ഈ ദൈവത്തിന്റെ വചനത്തിന് സാധ്യമാണ്. ലേഖനങ്ങളിലേക്ക് മനുഷ്യൻ കടന്നു ചെല്ലുവാൻ തക്കവണ്ണം ആരംഭിച്ചാൽ അവൻ ഏറ്റവും കൂടുതൽ വായിക്കേണ്ടി വരുന്നത് പൗലോസിന്റെ ലേഖനങ്ങളാണ്. കാരണം ശക്തമേറിയതും ദൃഢമേറിയതും യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള വ്യക്തമായ വെളിപ്പാടോടുകൂടി പൗലോസ് ജനത്തിന്റെ കൺമുമ്പിൽ യേശുവിനെ കുറിച്ച് വ്യക്തമായി അവതരിപ്പിക്കുകയാണ്. യേശുവിനെ പൗലോസ് അവതരിപ്പിച്ചതുപോലെ മറ്റൊരു വ്യക്തിക്ക് അവതരിപ്പിക്കുവാൻ തക്കവണ്ണം കഴിഞ്ഞിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് എനിക്ക് പലപ്പോഴും മറുപടി പറയുവാൻ തക്കവണ്ണം കഴിഞ്ഞിട്ടില്ല. കാരണം പൗലോസിനെ പോലെ ആർക്കും യേശുവിനെ വ്യക്തമായി അവതരിപ്പിക്കുവാൻ കഴിഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ് സത്യത. കാരണം യേശുവിന്റെ വ്യക്തമായ വെളിപ്പാട് പരിപൂർണമായി പ്രാപിക്കുവാൻ തക്കവണ്ണം കഴിഞ്ഞ വ്യക്തിയാണ് പൗലോസ്. പൗലോസിന്റെ ജീവിതത്തിൽ ഒരിക്കൽ പോലും താൻ യേശുവിനോടൊപ്പമായിരുന്നില്ല. പത്രോസും യോഹന്നാനും യാക്കോബും യേശുവിന്റെ 12 ശിഷ്യന്മാരും എല്ലാവരും ഏകദേശം 3-3.5 വർഷ കാലഘട്ടത്തോളം യേശുവിനോടൊപ്പമായിരുന്നു. അവർ യേശുവിനോടൊപ്പം നടന്നു, യേശുവിനോടൊപ്പം പ്രാർത്ഥിച്ചു, യേശുവരെ വല്ലാതെ പഠിപ്പിക്കുവാൻ തക്കവണ്ണം ശ്രമിച്ചു. കാരണം അവരുടെ ജീവിതത്തിൽ എല്ലാ ദിവസവും രാവിലെ മുതൽ വൈകുന്നേരം വരെ അവർ യേശുവിനോടൊപ്പം നടന്ന അത്ഭുതങ്ങൾ ചെയ്യുന്ന യേശുവിനെ, വീര്യം പ്രവർത്തിക്കുന്ന യേശുവിനെ, ദൈവത്തിന്റെ വചനം പ്രസംഗിക്കുന്ന യേശുവിനെ അവർ കണ്ടറിഞ്ഞു, അടുത്തറിഞ്ഞു, മനസ്സിലാക്കി. മാത്രമല്ല രാത്രികളിൽ യേശു പകൽക്കാലം മുഴുവനും പ്രസംഗിച്ച കാര്യാദികളെ അവർക്ക് വ്യക്തമായി പഠിപ്പിച്ചു കൊടുക്കുവാൻ തക്കവണ്ണം ആരംഭിച്ചു. നീണ്ട 3.5 വർഷ കാലഘട്ടം കൊണ്ട് അവർ വല്ലാതെ ദൈവത്തിന്റെ വചനം പഠിക്കുവാൻ തക്കവണ്ണം ഇടയായി. എന്ന് പറയുന്നതിനേക്കാളും ഉപരി യേശുവുമായിട്ടുള്ള ബന്ധം വല്ലാതെ അവർക്ക് വർദ്ധിച്ചു. അത്തരത്തിൽ പൗലോസിനൊരു അനുഗ്രഹം അല്ലെങ്കിൽ പൗലോസിനൊരു അനുഭവം ഉണ്ടായിട്ടില്ല. പത്രോസിനും യോഹന്നാനും യാക്കോബിനും ലഭ്യമായതുപോലെ പൗലോസിന് യേശു ക്രിസ്തുവുമായിട്ടൊരു ബന്ധം ഒരിക്കൽ പോലും ഉണ്ടായിട്ടില്ല. പക്ഷേ ദമസ്കോസിന്റെ പടിവാതിൽക്കൽ വെച്ച് സ്വർഗത്തിലെ ദൈവത്തിന്റെ ശിഷ്യന്മാരെ പരിപൂർണമായി തകർത്തു കളയുവാൻ തക്കതായ ആലോചനകളുമായി കടന്നുപോയ പൗലോസിനെ ദമസ്കോസിന്റെ പടിവാതിൽക്കൽ വെച്ച് ക്രിസ്തു കണ്ടുമുട്ടുകയാണ്. ആമേൻ. ഉറക്കെ ഹല്ലേലൂയ. ദമസ്കോസിന്റെ പടിവാതിൽക്കൽ വെച്ച് ക്രിസ്തു പരിപൂർണമായി പൗലോസിനെ കണ്ടുമുട്ടുന്നു. പൗലോസ് ക്രിസ്തുവിനെ കണ്ടുമുട്ടിയതല്ല, ക്രിസ്തു പൗലോസിനെ കണ്ടുമുട്ടിയത്. ഇന്ന് രാത്രികാലം ഇതിനകത്തിരിക്കുന്ന ഒരൊറ്റ വ്യക്തിയും ക്രിസ്തുവിനെ കണ്ടുമുട്ടിയതല്ല, ക്രിസ്തു നിന്നെ കണ്ടുമുട്ടിയതാ. ആമേൻ. ഹല്ലേലൂയ. സ്വർഗത്തിലെ ദൈവത്തെ കണ്ടുമുട്ടുവാൻ മനുഷ്യന് വല്ലാത്ത താല്പര്യം ഉണ്ടായിരുന്നെങ്കിൽ ലോകത്തിലെ സകല മനുഷ്യരും ക്രിസ്തുവിനെ കണ്ടുമുട്ടിയേരെ. പക്ഷെ മനുഷ്യനല്ല ക്രിസ്തുവിനെ കണ്ടുമുട്ടിയത്, ക്രിസ്തുവാ എന്നെയും നിന്നെയും കണ്ടുമുട്ടിയത്.
അത് വിശ്വസിക്കുന്നവർ ദൈവത്തെ സ്തുതിച്ചോ. ക്രിസ്തു നിന്നെ കണ്ടുമുട്ടിയത് കൊണ്ട് നിന്റെ ജീവിതത്തിലെ തകർച്ചകൾക്ക് മാറ്റം വന്നത്, ക്രിസ്തു നിന്നെ കണ്ടുമുട്ടിയത് കൊണ്ട് നിന്റെ ജീവിതത്തിലെ പ്രതികൂലങ്ങൾ മാറിപ്പോയത്, ക്രിസ്തു നിന്നെ കണ്ടുമുട്ടിയത് കൊണ്ട് ഇന്നും നീ ജീവിക്കുവാൻ തക്കവണ്ണം ഇടയാകുന്നത്, ക്രിസ്തു നിന്നെ കണ്ടുമുട്ടിയത് കൊണ്ട് നിന്റെ ജീവിതത്തിനെതിരെയുള്ള സകല പൈശാചിക ശക്തികൾ തകർന്നത്, ക്രിസ്തു നിന്നെ കണ്ടുമുട്ടിയത് കൊണ്ട് നിനക്കെതിരെ നിന്ന സകല അന്ധകാര വ്യാപാരങ്ങളെ, മാന്ത്രിക ശക്തികളെ, ആഭിചാര കെട്ടുകളെ പരിപൂർണമായി തകർത്തെറിഞ്ഞുകൊണ്ട് വിജയ ശ്രീലാളിതനാകുവാൻ പലപ്പോഴും നിനക്ക് കഴിഞ്ഞത്. ആമേൻ. ശക്തിയോടെ കലകളെ തട്ടി അങ്ങനെ ക്രിസ്തു പരിപൂർണമായ ശക്തിയോടുകൂടെ പൗലോസിനെ വെളിപ്പെടുകയാണ്. പൗലോസിന് വെളിപ്പെട്ട ക്രിസ്തു അത് മറ്റു വ്യക്തികൾക്ക് വ്യക്തമായി വെളിപ്പെട്ട ക്രിസ്തുവിനെ പോലെയല്ല. കാരണം പൗലോസിന് ക്രിസ്തു വെളിപ്പെട്ട നിലവാരം പോലെയല്ല പത്രോസിന് വെളിപ്പെട്ടത്. യേശു പത്രോസിന് വെളിപ്പെട്ടതുപോലെയല്ല യാക്കോബിന് വെളിപ്പെട്ടത്, യോഹന്നാന് വെളിപ്പെട്ടത്. ഇതുപോലെയൊന്നുമല്ല യേശു പൗലോസിന് വെളിപ്പെടുവാൻ തക്കവണ്ണം ഇടയായത്. പൗലോസിന്റെ ജീവിതം അല്ലാതെ പഠിച്ചാൽ വളരെയധികം വ്യത്യസ്തമാണ്. കാരണം യെരൂശലേമിൽ വെച്ച് ഇവൻ ദൈവത്തിന്റെ വചനം പ്രസംഗിക്കുവാൻ തക്കവണ്ണം ആരംഭിക്കുന്നു. എങ്ങനെയാണ് സംഭവിക്കുന്നത്? ദമസ്കോസിന്റെ പടിവാതിൽക്കൽ വെച്ച് ദൈവത്താൽ സ്പർശിക്കപ്പെട്ട പൗലോസ് അതിവേഗതയിൽ ദൈവത്തിന്റെ വചനം പ്രസംഗിക്കുവാൻ തക്കവണ്ണം ആരംഭിക്കുന്നു. ദമസ്കോസിൽ തന്നെ അവൻ ദൈവത്തിന്റെ വചനം പ്രസംഗിക്കുമ്പോൾ അത് ശക്തിയേറിയ പ്രതികൂലം അവൻ ഉണ്ടാകുവാൻ തക്കവണ്ണം ആരംഭിച്ചു. പ്രതികൂലത്തിന്റെ മതിൽ പരിപൂർണമായി തളർന്നു പോകാതെ ദൈവത്തിന്റെ വചനവുമായി മനുഷ്യൻ അത് വേഗത്തിൽ ജെറുസലേമിലേക്ക് കടന്നു ചെല്ലുകയാണ്. അവിടെയും ദൈവത്തിന്റെ വചനം പ്രസംഗിച്ചു. അപ്പോഴെല്ലാം ഈ മനുഷ്യൻ പണ്ട് ക്രിസ്ത്യാനികൾക്കെതിരെ പ്രവർത്തിച്ച മനുഷ്യനല്ലയോ, ഇവനിപ്പോൾ യേശുവിനെ കുറിച്ച് പ്രസംഗിക്കുന്നു എന്ന് മാത്രമേ അന്നത്തെ യെരൂശലേമ്യർക്ക് ഈ പൗലോസിനെ കുറിച്ച് അറിയുവാൻ തക്കവണ്ണം കഴിഞ്ഞിരുന്നുള്ളൂ. നീണ്ട 14 വർഷങ്ങൾക്ക് ശേഷമാണ് പിന്നെ പൗലോസ് യെരൂശലേമിൽ എത്തപ്പെടുവാൻ തക്കവണ്ണം ഇടയായത്. ഹല്ലേലൂയ. ഉറക്കെ ക്രിസ്തുവിന്റെ ആത്മാവിന് രാത്രിക്കാലം നിന്റെ ഹൃദയത്തെ തൊടുന്നുവെങ്കിൽ നീ വെറുതെ ഇരിക്കരുത്. കരങ്ങൾ തട്ടണം. ക്രിസ്തുവിന്റെ ആത്മാവിന്റെ ശക്തി രാത്രി നിന്നെ തൊടുന്നുവെങ്കിൽ നീ വെറുതെ ഇരിക്കരുത്. ദൈവത്തെ സ്തുതിക്കണം. കാരണം സ്വർഗത്തിലെ ദൈവം മനുഷ്യന്റെ നാവുകൾ നൽകി തന്നിട്ടുള്ളത് ദൈവത്തെ സ്തുതിക്കുവാനാണ്. ഈ കരങ്ങൾ പോലും ദൈവം നിനക്ക് നൽകി തന്നത് കരങ്ങളെ തട്ടി ദൈവത്തെ മഹത്വപ്പെടുത്തുവാനാണ്. ഈ കാലുകൾ ദൈവം എനിക്ക് നൽകി തന്നത് ദൈവത്തെ നൃത്തം ചവിട്ടി ആരാധിക്കുവാനാണ്. ഇതാണ് വിശ്വാസം. ഹല്ലേലൂയ. ഉറക്കെ ഹല്ലേലൂയ. കാരണം കാലില്ലാതെ പോകുമായിരുന്നു എനിക്ക്, പക്ഷേ കർത്താവ് എനിക്ക് 2 കാലുകൾ നൽകി തന്നു. ഈ നൽകി തന്ന കാലുകൾ ഉപയോഗിച്ചുകൊണ്ട് ക്രിസ്തുവിനെ എത്രമാത്രം ശക്തി കൊണ്ട് മഹത്വപ്പെടുത്താമോ അത്രമാത്രം ശക്തി കൊണ്ട് മഹത്വപ്പെടുത്തണമെന്നാണ് എന്റെ താല്പര്യം. പ്രൈസ് ദി ലോർഡ്. ഉറക്കെ ശക്തിയോടെ കാരണം എപ്പോഴെല്ലാം എന്റെ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ തക്കവണ്ണം എനിക്കിട വന്നിട്ടുണ്ടോ അപ്പോഴെല്ലാം ഞാൻ ജയിക്കുവാൻ തക്കവണ്ണം ഇടയായിട്ടുണ്ട്. കാരണം ഈ ക്രിസ്തു പരാജയത്തിന്റെ ക്രിസ്തുവല്ല, ഈ ക്രിസ്തു ജയത്തിന്റെ ക്രിസ്തുവാണ്. ഈ ക്രിസ്തു ഒരിക്കലും തകരുന്ന ക്രിസ്തുവല്ല, ഈ ക്രിസ്തു തകർച്ചകളെ മാറ്റുന്ന ക്രിസ്തുവാണ്. ദൈവത്തിന്റെ പൈതലിനെ തകർക്കുന്ന ക്രിസ്തുവല്ല ഈ ക്രിസ്തു ദൈവത്തിന്റെ പൈതലിനെ അനുഗ്രഹിക്കുന്ന ക്രിസ്തുവാണ്. അങ്ങനെ എനിക്ക് ക്രിസ്തുവിനെ കുറിച്ച് മനസ്സിലാക്കുവാൻ തക്കവണ്ണം കഴിഞ്ഞത്. അങ്ങനെ പൗലോസിന്റെ ജീവിതത്തിൽ ക്രിസ്തുവുമായിട്ടുള്ള ബന്ധം വല്ലാത്ത ബന്ധമായിരുന്നു. ശക്തിയേറിയ നിലവാരത്തിലാണ് അവൻ യേശുവിനെ കുറിച്ച് പ്രസംഗിച്ചത്. താൻ നീണ്ട 14 വർഷങ്ങൾ കൊണ്ട് ക്രിസ്തുവുമായിട്ടുള്ള വല്ലാത്ത ബന്ധം അർത്ഥത്തിൽ എല്ലാവരാലും ഒറ്റപ്പെട്ട ഏകാന്തതയിൽ താൻ കഴിഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ക്രിസ്തുവുമായിട്ടുള്ള ബന്ധം വല്ലാതെ വർദ്ധിച്ചു. എനിക്കറിയാം ഇതിനകത്തിരിക്കുന്ന അനേക വ്യക്തികളുടെ ജീവിതത്തിൽ ക്രിസ്തുവുമായിട്ടുള്ള ബന്ധം വല്ലാതെ വർദ്ധിച്ചത് പരിപൂർണമായി പലപ്പോഴും നിന്നെ വ്യക്തികൾ തള്ളിക്കളഞ്ഞപ്പോഴാ നീ നിന്നെ കരുതുമെന്നും നിന്നെ സഹായിക്കുമെന്നും നിന്നെ പരിപൂർണമായി പരിപാലിക്കുമെന്നും പറഞ്ഞ വ്യക്തികൾ നിന്നെ പരിപൂർണമായി കാലുകൊണ്ട് തട്ടി ദൂരത്തേക്ക് വലിച്ചെറിഞ്ഞപ്പോൾ ആരുമില്ലെന്ന് കണ്ട നീ വല്ലാതെ ക്രിസ്തുവിനെ നോക്കി നിലവിളിക്കുവാൻ തക്കവണ്ണം ആരംഭിച്ചത് മാത്രമല്ല ക്രിസ്തുവുമായിട്ടുള്ള ബന്ധത്തിന്റെ ജീവിതത്തിൽ വർദ്ധിക്കുവാൻ തക്കവണ്ണം ഇടയായത്. അതുപോലെ പൗലോസ് നിന്റെ ജീവിതത്തിൽ എല്ലാവരും പരിപൂർണമായി ഒറ്റപ്പെട്ട് നീണ്ട വർഷങ്ങൾ അവൻ ഏകാന്തതയിൽ അറബിയിലെ മരുഭൂമിയിലായിരുന്നപ്പോൾ സ്വർഗത്തിലെ ക്രിസ്തു അവന്റെ ജീവിതത്തിൽ വ്യക്തമായി വെളിപ്പെടുവാൻ തക്കവണ്ണം ആരംഭിച്ചു. ആ കാലഘട്ടത്ത് ക്രിസ്തു അവന് വ്യക്തമായ നിലവാരത്തിൽ സുവിശേഷത്തെ കുറിച്ചുള്ള വെളിപ്പാടുകൾ നൽകി കൊടുക്കുവാൻ ആരംഭിച്ചു. ആ വെളിപ്പാടുകൾ മറ്റു വ്യക്തിക്ക് ലഭ്യമായ വെളിപ്പാടുകളെ പോലെയല്ല. അത് തനിക്ക് ലഭ്യമായത് അതിനെക്കുറിച്ച് വേദപുസ്തകം വ്യക്തമായി രേഖപ്പെടുന്നത്. എല്ലാവർക്കും ലേഖനത്തിൽ താൻ ഇങ്ങനെ പറയുന്നുണ്ട്, ഈ വെളിപ്പാട് എനിക്ക് ലഭ്യമായത് ഒരു മനുഷ്യനിൽ നിന്നല്ല, ഈ വെളിപ്പാടുകൾ എനിക്ക് കിട്ടിയത് സ്വർഗത്തിലെ ദൈവത്തിൽ നിന്നുമാണ്. ഞാൻ വെറുതെ പ്രാപിച്ചെടുത്ത വെളിപ്പാടല്ല, ഇതെനിക്കൊരു പേഴ്സണൽ റിവലേഷൻ. I got this revelation not from a man but from the living God. Amen. അവൻ പറയുന്ന പദമുടി വെളിപ്പാട് എനിക്ക് കിട്ടിയത് ഒരു മനുഷ്യനിൽ നിന്നല്ല, എനിക്ക് കിട്ടിയത് സ്വർഗത്തിലെ ക്രിസ്തുവിൽ നിന്നുമാണ്. പ്രൈസ് ദി ലോർഡ്.
ഗലാത്യയിൽ ദൈവത്തിന്റെ വചനം ശക്തമായി പ്രസംഗിച്ചപ്പോൾ ഗലാത്യയിൽ ജനത്തോട് വ്യക്തമായി ദൈവത്തിന്റെ വചനം പറഞ്ഞ പൗലോസ് തന്റെ പ്രസംഗം മുഴുവനും വിശ്വാസത്തെ കുറിച്ചായിരുന്നു. തന്റെ പ്രസംഗം മുഴുവനും ക്രിസ്തുവിനെ കുറിച്ചായിരുന്നു. തന്റെ പ്രസംഗം മുഴുവനും യേശു ക്രിസ്തുവിനുള്ള വിശ്വാസത്താൽ നീ നീതീകരിക്കപ്പെടുവാൻ തക്കവണ്ണം വരുത്തപ്പെടുമെന്നാണ് പ്രസംഗിച്ചത്. പക്ഷേ ആ കാലഘട്ടത്തിൽ അതിശക്തിയോടുകൂടെ പൗലോസിന്റെ പ്രസംഗത്തിന് വിരോധമായി ദൈവസഭയുടെ ഉള്ളിൽ ശക്തിയോടുകൂടെ ശക്തിയേറിയ നിലവാരത്തിൽ പ്രതികൂലങ്ങൾ ആഞ്ഞടിക്കുവാൻ തക്കവണ്ണം ഇടയായി. വേദപുസ്തകം ഇങ്ങനെ രേഖപ്പെടുത്തുന്നത് യേശുവിന്റെ വചനത്തെക്കുറിച്ച് പൗലോസ് പ്രസംഗിച്ചതിന് വിരോധമായി അനേക വ്യക്തികൾ സഭയ്ക്കകത്ത് കടന്നു കയറി എതിരാലോചനകൾ എതിർകാര്യാദികൾ പറയുവാൻ തക്കവണ്ണം ആരംഭിച്ചു. കാരണം ആ കാലഘട്ടത്തിൽ ക്രിസ്തുവിനെ കുറിച്ച് ആദ്യമായി പ്രസംഗിച്ചത് യഹൂദന്മാരാണ്. ആമേൻ. കാരണം വേദപുസ്തകം രേഖപ്പെടുന്നത് എന്താണ്? You will receive the power and you will become a witness of me in Jerusalem and in Judea and in all parts of Samaria. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും. നീ ശക്തിയെ പ്രാപിക്കും. യഹൂദിയിലും യെരൂശലേമിലും സമറിയയിലും ഭൂമിയുടെ അറ്റത്തോളം you will become a witness of me in Jerusalem. യഹൂദിയയിൽ സമാരിയയിൽ ഭൂമിയുടെ അറ്റത്തോളം നീ എന്നെ സാക്ഷിയാകുവാൻ തക്കവണ്ണം ഇടയാകും. ഇതാണ് ദൈവത്തിന്റെ വചനം. പിന്നെയും യേശു പത്രോസിനോട് പറഞ്ഞൊരു പദമുണ്ട്, ഞാൻ നിനക്ക് സുവിശേഷത്തിന്റെ താക്കോൽ നൽകി തരികയാണ്. അർത്ഥത്തിൽ ദൈവത്തിന്റെ വചനം ശക്തിയോടുകൂടി ആദ്യമായി പ്രസംഗിക്കുമ്പോഴൊക്കെ ഇടയായത് യഹൂദന്മാരാണ്. പെന്തക്കോസ്ത് നാൾ വന്നു, അവരുടെ മേൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നു. 120 പേർ ഒരുമിച്ച് കൂടി വരികയാണ്. ആദ്യം അവർ 12 പേരായിരുന്നു. പെട്ടെന്നാണ് അവർ 82 വർദ്ധിച്ചതോ. അത് വേഗത്തിൽ അവർ 500 പേരായി മാറി. പക്ഷെ പെന്തക്കോസ്ത് നാളെത്തിയപ്പോൾ അവർ 120 കുറഞ്ഞു. 120 പേർ നീണ്ട 10 നല്ല നാളുകൾ 10 രാവും പകലും ഒരുമിച്ച് ദൈവത്തിന്റെ സന്നിധിയിലായിരുന്നപ്പോൾ 10ാമത്തെ ദിവസം രാവിലെ 9 മണിക്ക് ഇവരുടെ മേൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വരികയാണ്. ദൈവത്തിന്റെ ആത്മാവ് ഇവരുടെ മേൽ ഇറങ്ങി വന്നപ്പോൾ ഇവർ ശക്തന്മാരാകുവാൻ തക്കവണ്ണം ആരംഭിച്ചു. കാരണം നീണ്ട 10 ദിവസങ്ങൾ പ്രതികൂലങ്ങളെ കണ്ടുകൊണ്ട്, റോമൻ സാമ്രാജ്യത്തെ കണ്ടുകൊണ്ട് പേടി ശവശരായി അത് പരിപൂർണമായി തകരപ്പെട്ടവരായി ഒതുങ്ങി പാർത്തു കഴിഞ്ഞിരുന്ന ഇവരുടെ മേൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നപ്പോൾ ഇവർ ശക്തന്മാരായി തീരുകയാണ്. Praise the Lord. Hallelujah. ഇപ്പോൾ അവർക്ക് പേടിയില്ല, ഇപ്പോൾ അവർക്ക് ഭീതിയില്ല. ഇപ്പോൾ പ്രതികൂലങ്ങളെ കണ്ടുകൊണ്ട് ദൈവത്തിന്റെ വചനം പ്രസംഗിക്കുവാൻ ഇവർ തയ്യാറാകുകയാണ്. ആമേൻ. Praise the Lord. യേശുവിനെ 3 പ്രാവശ്യം തള്ളിപ്പറഞ്ഞ പത്രോസ് ഇപ്പോൾ ദൈവത്തിന്റെ വചനം പ്രസംഗിക്കുമെന്നൊക്കെ വേണം ആരംഭിക്കുന്നത്. ആമേൻ. യേശുവിനെ തള്ളിപ്പറഞ്ഞ, യേശുവിനെ പരിപൂർണമായി തിരസ്കരിച്ചു കളഞ്ഞ പത്രോസ് ഇപ്പോൾ യേശുവിന്റെ വചനം പ്രസംഗിക്കുന്നത്. നീ ചിലപ്പോൾ യേശുവിനെ തള്ളിപ്പറഞ്ഞ വ്യക്തിയാകാം, പക്ഷെ യേശുവിനത് കാര്യമല്ല. നീ എപ്പോഴാണ് തിരിഞ്ഞു മടങ്ങി വരുന്നത്, അപ്പോൾ നിന്നെ മറ്റൊരു പത്രോസ് ആക്കുവാൻ ഇന്ന് രാത്രി കാലം യേശു ഇതിനകത്ത് ഇറങ്ങി വന്നിട്ടുണ്ട്. വിശ്വസിക്കുന്ന ദൈവ പൈതങ്ങൾക്ക് ദൈവത്തെ സ്തുതിക്കുവാൻ സാധ്യമാണ്. ഇന്ന് രാത്രി കാലം കർത്താവിന്റെ കരം ഇതിനകത്ത് ഇറങ്ങി വന്നിരിക്കുന്നു. അഭിഷേകത്തിന്റെ സാന്നിധ്യം ഇതിനകത്ത് ഇറങ്ങി വന്നിരിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ രാത്രികാലം ഇതിനകത്ത് ചലിക്കുകയാണ്. അത് ശക്തിയോടുകൂടെ ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് രാത്രികാലം ഈ ഗ്രൗണ്ടിനകത്ത് ചലിക്കുന്നുണ്ട്. ദൈവത്തിന്റെ ആത്മാവ് എന്നോട് വ്യക്തമായി പറയുന്നു, പലപ്പോഴും പാപത്തിന്റെ പിടിയില്ല, പലപ്പോഴും തെറ്റുകളുടെ പിടിയില്ല, പലപ്പോഴും പാപചാരത്തിന്റെ പിടിയില്ല, പലപ്പോഴും ലൈംഗിക പാപത്തിന്റെ പിടിയില്ല, പരിപൂർണ്ണമായി അടിമപ്പെട്ട പലപ്പോഴും പിന്മാറിപ്പോയിരുന്നു. പക്ഷേ ഇത് രാത്രി യേശുവിന്റെ സന്നിധിയിലേക്ക് മടങ്ങി വരുവാൻ നീ തയ്യാറാകുന്നുവെങ്കിൽ നിന്നെ മറ്റൊരു പത്രോസ് ആക്കുവാൻ യേശുവിന് സാധ്യമാണ്. വിശ്വസിക്കുന്നുവെങ്കിൽ ദൈവത്തെ സ്തുതിച്ചോ, വിശ്വസിക്കുന്നുവെങ്കിൽ ദൈവത്തെ സ്തുതിച്ചോ, വിശ്വസിക്കുന്നുവെങ്കിൽ ദൈവത്തെ സ്തുതിച്ചോ. മഹത്വപ്പെടുത്തിക്കോ. കാരണം എവിടെ ദൈവസ്തുതി ഉയരുമോ അവിടെ ദൈവമഹത്വം വെളിപ്പെടുകയാണ്. സ്തുതികളുടെ മധ്യത്തിൽ വെളിപ്പെടുന്ന സ്വർഗ്ഗത്തിലെ ദൈവം ഇന്ന് രാത്രി കാലം നിന്റെ ശക്തി നിന്റെ ജലത്തിന് മേൽ പകരുവാൻ ഇന്ന് രാത്രി ഇറങ്ങി വന്നിരിക്കുന്നു. വിശ്വസിക്കുന്ന ദൈവജനം ഉറക്കെ അനേ ഭാഷയുള്ളവർ ഒരുമിച്ച് ദൈവത്തെ സ്തുതിക്കട്ടെ. ആത്മാവിൽ സ്തുതിക്കുവാൻ ഇടയാകട്ടെ. ആത്മാവ് ദൈവം നിനക്ക് നൽകി തന്നിട്ടുണ്ടോ? ഇന്ന് രാത്രിക്കാലം വെറുതെ ഇരിക്കരുത്. നാവുകൾ ദൈവത്തെ സ്തുതിക്കുവാൻ ആരംഭിക്കുക. കാരണം നീ ആരംഭിക്കുമ്പോൾ, ദൈവത്തെ ആരാധിക്കുമ്പോൾ അന്ധകാര ശക്തികൾ ചിതറുകയാണ്. ആത്മാവിൽ ആരാധിക്കുമ്പോൾ തുടങ്ങുമ്പോൾ പൈശാചിക ശക്തികൾ തകരുകയാണ്. കാരണം ഇന്ന് രാത്രിക്കാലം എനിക്കറിയാം പിശാച് തകരുന്ന രാത്രിയായി ഇന്ന് രാത്രിക്കാലം മാറ്റപ്പെടുകയാണ്. കള്ളനൂരിനെ ഭരിക്കുന്ന അന്ധകാര വ്യാപാരമേ നീ തകരപ്പെടുന്ന രാത്രിയാണത്. കാരണം ക്രിസ്തു ഇന്ന് രാത്രി ഈ ദേശത്തെ സന്ദർശിക്കുകയാണ്. ആമേൻ. ശിഖരവസിയന്തരിയ ഉടവലറവസിയ സന്ധരമനിയ. അഭിഷേകമുള്ളവർ ഒരുമിച്ച് ദൈവത്തെ സ്തുതിക്കട്ടെ. അന്യഭാഷ ദൈവത്തെ സ്തുതിക്കട്ടെ. പരിശുദ്ധാത്മാവ് ഉണ്ടോ നീ മതിയാക്കത്തില്ല. ദൈവത്തിന്റെ ആത്മാവിന്റെ ഉള്ളതിനകത്തുണ്ടോ നിനക്ക് വെറുതെ ഇരിക്കുവാൻ കഴിയത്തില്ല. കാരണം ദൈവത്തിന്റെ ആത്മാ വ്യക്തികളുടെ മേൽ ഇറങ്ങി വന്നാൽ ഇത് വെറുതെ ഇരിക്കുവാൻ സമ്മതിക്കുന്ന ആത്മാവല്ല. ഇത് വെറുതെ ഇരിക്കുവാൻ സമ്മതിക്കുന്ന ആത്മാവല്ല. ഇത് ചലിക്കുവാൻ സമ്മതിക്കുന്ന ആത്മാവാ. Praise the Lord.
ഉറക്കെ ഹല്ലേലൂയ. ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ച്, ശക്തിയോടെ ശക്തിയോടെ ശക്തിയോടെ. പെന്തക്കോസ്ത് നാൾ വന്നു. ഇവരുടെ മേൽ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നു. ഇവർ ശക്തിയോടെ ദൈവത്തിന്റെ വചനം പ്രസംഗിക്കുവാനൊക്കെ വേണം ആരംഭിച്ചു. അതുവരെ ഉണ്ടായിരുന്ന എല്ലാ ഭീതിയും മാറി, അതുവരെ ഉണ്ടായിരുന്ന എല്ലാ വേദനയും മാറി. ഇപ്പോൾ ഇവർ ആരെയും ഭയപ്പെടുന്നില്ല, ആരെയും ഭയപ്പെടുന്നില്ല. ഇവർ ആരെയും ഭയപ്പെടാതെ ദൈവത്തിന്റെ വചനം ശക്തിയോടെ പ്രസംഗിക്കുവാനൊക്കെ വേണം ആരംഭിക്കുകയാണ്. ഇവർ ദൈവത്തിന്റെ വചനം ശക്തിയോടെ പ്രസംഗിക്കുവാനൊക്കെ വേണം ആരംഭിച്ചപ്പോൾ അന്ന് ഏകദേശം 3000-ഓളം പേർ രക്ഷിക്കപ്പെട്ട് ദൈവസഭയോട് ചേരുവാനൊക്കെ വേണം ഇടയായി. എങ്കിൽ ഇന്ന് രാത്രിക്കാലം വിളിച്ചു പറയുന്നു, ഈ ദേശത്തിന്റെ മധ്യത്തിൽ ദൈവത്തിന്റെ വചനം ശക്തമായി പ്രഘോഷിക്കപ്പെടുമ്പോൾ പിടിച്ചു വെക്കുന്ന അന്ധകാര ശക്തിയെ ദേശത്തിലെ വ്യക്തിയെ പരിപൂർണമായി, ദേശത്തിലെ വ്യക്തികളെ പരിപൂർണമായി ദൈവത്തെ ആരാധിക്കുവാൻ, ദൈവത്തെ സേവിക്കുവാൻ സമ്മതിക്കാതെ പിടിച്ചു കെട്ടിയ അന്ധകാരത്തിലെ കെട്ടുകളെ ഇന്ന് രാത്രി യേശുവിന്റെ ആത്മാവ് നിനക്കെതിരാണ്. യേശുവിന്റെ ആത്മാവ് നിനക്കെതിരാണ്. യേശുവിന്റെ ആത്മാവ് നിനക്കെതിരാണ്. യേശുവിന്റെ ആത്മാവ് നിനക്കെതിരാണ്. ഹല്ലേലൂയ. ഓറിയാന്തമനറവസിയ സിയറകളുടെ ഗന്ധുനിയ. ഹല്ലേലൂയ. ഉറക്കെ ദൈവത്തെ സ്തുതിച്ചോ. ഉറക്കെ ഉറക്കെ ഉറക്കെ. പെന്തക്കോസ്ത് നാളിൽ ആരംഭിച്ച പരിശുദ്ധാത്മാവിന്റെ ശക്തി ഒരിക്കലും നിൽക്കുവാനൊക്കെ വേണം ഇടയായില്ല. എന്താ സംഭവ്യമായത്? ദൈവത്തിന്റെ വചനം പ്രസംഗിച്ച പ്രസംഗകന്മാരെ പരിപൂർണമായി തകർക്കുവാനൊക്കെ വേണം വെളിപ്പെട്ട് വന്ന പൗലോസിനെ പോലും ഈ സ്വർഗ്ഗത്തിലെ ദൈവത്തിന്റെ ആത്മാ പിടിക്കുവാനൊക്കെ വേണം ഇടയായി. ഇവൻ ദൈവത്തിന്റെ വചനം പ്രസംഗിക്കുവാൻ തുടങ്ങി. ഇവൻ പ്രസംഗിച്ചപ്പോൾ എല്ലാവരും ഇവനെതിരായി തീർന്നു. എങ്കിലും ഇവൻ ആരെയും പരിപൂർണമായി വകവയ്ക്കാതെ ദൈവത്തിന്റെ വചനം പ്രസംഗിച്ചുകൊണ്ടേയിരുന്നു. പക്ഷെ നിൽക്കുവാനൊക്കെ വേണം കഴിയത്തില്ലെന്നുള്ള ചിന്താഗതി പ്രശ്നങ്ങൾ പരിപൂർണമായി ആരംഭിച്ചപ്പോൾ ഇവൻ അറേബ്യൻ മരുഭൂമിയിലേക്ക് കടന്നു പോകുവാനൊക്കെ വേണം ഇടയായി. നീണ്ട 14 വർഷങ്ങൾ ദൈവത്തിന്റെ സന്നിധിയിൽ ഇവൻ ഒറ്റയ്ക്കായിരുന്നു കൊണ്ട് ഇവൻ പ്രാപിച്ചെടുത്ത വെളിപ്പാടുകൾ, വ്യക്തമായ വെളിപ്പാടുകൾ, മറ്റൊരു വ്യക്തിക്ക് കിട്ടിയ വെളിപ്പാട് പോലെയല്ല. ഇത് വ്യക്തമായ ക്രിസ്തുവിനെ കുറിച്ചുള്ള വെളിപ്പാടാണ്. പ്രൈസ് ദി ലോർഡ്. ഉറക്കെ ഹല്ലേലൂയ. അങ്ങനെ നീണ്ട നാളുകൾ ദൈവത്തിന്റെ സന്നിധിയിലായിരുന്നു. ദൈവത്തിൽ നിന്ന് പ്രാപിച്ച വെളിപ്പാട്. ആർക്കും ദൈവം വെളിപ്പാട് വെറുതെ കൊടുക്കുന്നില്ല. ആർക്കെങ്കിലും സ്വർഗ്ഗത്തിലെ ദൈവം വെളിപ്പാടുകൾ നിനക്ക് കൊടുക്കുന്നുവെങ്കിൽ അവൻ ദൈവത്തിന്റെ സന്നിധിയിലായാൽ മാത്രമേ ലഭ്യമാകത്തുള്ളൂ. കാരണം വെളിപ്പാട് ലഭ്യമാകുമ്പോൾ മറ നീക്കി സകലം വെളിപ്പെട്ട് വരികയാണ്. ജ്ഞാനം വെളിപ്പെടുമ്പോൾ ദൈവത്തിന്റെ പദ്ധതി വെളിപ്പെട്ട് വരും. പരിജ്ഞാനം വെളിപ്പെടുമ്പോൾ നിന്റെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ വെളിപ്പെടുവാനൊക്കെ വേണം ആരംഭിക്കും. ഇന്ന് രാത്രി ജ്ഞാനത്തിന്റെയും പരിജ്ഞാനത്തിന്റെയും ആത്മാക്കളുടെ വിവേചനത്തിന്റെയും ആത്മശക്തി വെളിപ്പെട്ട് വന്നു കഴിഞ്ഞാൽ നിന്റെ ഹൃദയരഹസ്യം വെളിപ്പെടും. നിന്നെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി വെളിപ്പെട്ട് വരും. മാത്രമല്ല നിന്റെ ജീവിതത്തിന് വിരോധമായി, നിന്റെ കുടുംബത്തിന് വിരോധമായി, നിന്റെ പ്രവർത്തനത്തിന് വിരോധമായി, നിന്റെ സഭയ്ക്ക് വിരോധമായി വെളിപ്പെട്ട് വന്ന അന്ധകാര ശക്തി ഏതാണെന്ന് മനസ്സിലാക്കുക നിനക്ക് കഴിയും. അതാണ് വെളിപ്പാട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവത്തിന്റെ സന്നിധിയിൽ ഒറ്റയ്ക്കായ മനുഷ്യൻ, നീണ്ട നാളുകൾ പ്രാർത്ഥിക്കുവാൻ തക്കവണ്ണം ഇടയായ മനുഷ്യൻ, സ്വർഗ്ഗത്തിലെ ദൈവം ഇവനോട് സംസാരിക്കുവാൻ തക്കവണ്ണം തുടങ്ങി. ആ വെളിപ്പാട് ഇവൻ പ്രാപിച്ചെടുത്തുകൊണ്ട് ഗലാത്യയിലെ ജനത്തോട് പ്രസംഗിച്ചത്. ആ പ്രസംഗം കേട്ട ജനം ക്രിസ്തുവിൽ വിശ്വാസം വെച്ചുകൊണ്ട് ഇവർ പരിപൂർണമായി നീതീകരിക്കപ്പെടുവാൻ തക്കവണ്ണം തുടങ്ങി. പക്ഷെ പെട്ടെന്നാണ് ശത്രുക്കൾ കടന്നു വരുവാൻ തക്കവണ്ണം ആരംഭിച്ചത്. ശത്രുക്കൾ ആരാണ്? യഹൂദന്മാർ തന്നെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, തുടക്കത്തിൽ ദൈവത്തിന്റെ വചനം പ്രസംഗിച്ചത് യഹൂദന്മാരായിരുന്നു. ഇവർ യഹൂദന്മാരായിരുന്നത് കൊണ്ട് ഇവരുടെ ഹൃദയത്തിന്റെ ഉള്ളറകളിൽ യഹൂദമത പാരമ്പര്യങ്ങൾ പരിപൂർണമായി പറ്റിപ്പിടിച്ചു കിടന്നിരുന്നു. ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചോ. വെറുതെ ഇരിക്കുന്നത് ഉറക്കെ ദൈവത്തെ സ്തുതിച്ചോ. യഹൂദമത പാരമ്പര്യങ്ങൾ ഇവരുടെ ഹൃദയത്തെ വല്ലാതെ പിടിച്ചമർത്തിയിരുന്നു. പാരമ്പര്യങ്ങൾക്കനുസരിച്ച് ജീവിച്ചിരുന്ന ഇവരെ പരിപൂർണമായി പാരമ്പര്യത്തിൽ നിന്നും സ്വതന്ത്രമാക്കുന്ന ക്രിസ്തുവിനെ കുറിച്ച് പ്രസംഗിച്ച പൗലോസിന്റെ പ്രസംഗത്തിന് വിരോധമായ ചില സംഗതികൾ ഇവർ പരിപൂർണമായി ഉരുത്തിരിക്കുവാൻ ആരംഭിച്ചു. ഒരു യഹൂദനെ സംബന്ധിച്ചിടത്തോളം ഒരു ജാതിയായ മനുഷ്യനോടൊപ്പം ആഹാരം കഴിക്കുന്നത് ഒരിക്കലും ശരിയല്ല. ഒരു യഹൂദനെ സംബന്ധിച്ചിടത്തോളം അവൻ ഒരിക്കലും അന്യ ജാതിക്കാരോടൊപ്പം നിൽക്കുവാൻ പാടില്ല, ഇരിക്കുവാൻ പാടില്ല, തിന്നുവാൻ പാടില്ല, അവന്റെ ഭവനത്തിനകത്ത് കഴിയുവാൻ തക്കവണ്ണം പാടില്ല. പ്രശ്നമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യഹൂദ മത പാരമ്പര്യം അനുസരിച്ച് സർക്കംസിഷൻ അവന്റെ ജീവിതത്തിൽ അനിവാര്യമാണ്. അബ്രഹാമിന് സ്വർഗത്തിലെ ദൈവം നൽകിക്കൊടുത്ത ഏറ്റവും വ്യക്തമായ ഉടമ്പടിയാണത്. അബ്രഹാമിന് നൽകിക്കൊടുത്ത ഉടമ്പടി മോശ ഒരിക്കൽ പരിപൂർണമായി നിവർത്തിക്കുവാൻ തക്കവണ്ണം ഇടവരാതെ വന്നപ്പോൾ സ്വർഗത്തിലെ ദൈവത്തിന്റെ ദൂതൻ അവനെതിരെ വെളിപ്പെട്ട് വന്ന കാര്യം നമുക്കറിയാം. അന്ന് മോശയുടെ ഭാര്യ സിപ്പോറ തന്റെ മൂത്ത പൈതലിന്റെ അഗ്രചർമ്മം നീക്കി സ്വർഗത്തിലെ ദൈവത്തിന് നീക്കി പരിപൂർണമായി ഇട്ടുകൊടുക്കുവാൻ തക്കവണ്ണം ഇടയായപ്പോൾ മരണം നീങ്ങിയ കാര്യത്തെക്കുറിച്ച് നമുക്കറിയാം. അങ്ങനെ അബ്രഹാമിന് സ്വർഗത്തിലെ ദൈവത്തിൽ നിന്ന് ലഭ്യമാക്കപ്പെട്ട ആലോചനയായിരുന്നു സർക്കംസിഷൻ. മാത്രമല്ല യഹൂദമത പാരമ്പര്യം അനുസരിച്ച് ജീവിക്കുന്ന വ്യക്തികൾ അന്യമത ജാതിക്കാരോടൊപ്പം തിന്നുവാൻ തക്കവണ്ണം പാടില്ല. ഇതൊക്കെ അന്നത്തെ ജീവിതത്തിൽ വല്ലാതെ നിലനിന്നിരുന്ന
സംഭവങ്ങളായിരുന്നു. പക്ഷേ ഈ യഹൂദന്മാർ ദൈവത്തിന്റെ വചനം ശക്തിയോടുകൂടി പ്രസംഗിക്കുക മാത്രമല്ല ചെയ്തത്, ഇവർ തങ്ങളുടെ ജീവിതത്തിനകത്തുണ്ടായിരുന്ന യഹൂദമത പാരമ്പര്യങ്ങൾ രക്ഷിക്കപ്പെടുവാൻ തക്കവണ്ണം ഇടയായ വിശ്വാസികളുടെ അല്ലെങ്കിൽ ജാതികളുടെ മധ്യത്തിൽ പരിപൂർണമായി തിരികെ കയറ്റുവാൻ തക്കവണ്ണം ശ്രമിച്ചു. ജാതികൾ അഗ്രചർമ്മികളാണ്. ആമേൻ. ഉറക്കെ ഹല്ലേലൂയ. ഉറക്കെ. ജാതികൾ അഗ്രചർമ്മികളാണ്. ജാതികളായി ഇവരോടൊപ്പം യഹൂദനെ തിന്നുവാൻ പാടില്ല. പക്ഷെ പൗലോസ് പറയുന്നു, ജാതി ഒരു പ്രശ്നമല്ല, ക്രിസ്തുവാണ് ഇവിടെ പ്രശ്നം. ആമേൻ. Praise the Lord. കാരണം സ്വർഗത്തിലെ ദൈവത്തിന്റെ സന്നിധിയിൽ യഹൂദനെന്നും യവനെന്നും ജാതികളെന്നും മാത്രമേ ഉള്ളൂ. യഹൂദൻ ജാതി അല്ലെങ്കിൽ യഹൂദനല്ലാത്ത സകല വ്യക്തികളും സ്വർഗത്തിലെ ദൈവത്തിന്റെ സന്നിധിയിൽ പരിപൂർണമായി തള്ളപ്പെട്ടവരാണ്. പക്ഷെ തള്ളപ്പെട്ടവരായിരുന്ന ജാതികളെ പരിപൂർണമായി സ്വർഗത്തിലെ ദൈവത്തിന്റെ പൈതങ്ങളാക്കി തീർക്കുമ്പോൾ സ്വർഗത്തിലെ ദൈവമായിരിക്കെ യേശു തന്റെ ദൈവികത്വം പരിപൂർണമായി മാറ്റിവെച്ച് ഭൂമിയിൽ മനുഷ്യനായി വിളങ്ങിയത് അവൻ പരിപൂർണമായി യഹൂദനെ മാത്രം രക്ഷിക്കുവാൻ തക്കവണ്ണം താല്പര്യപ്പെട്ടതുകൊണ്ടല്ല, സകല ജാതികളെയും തന്റെ പൈതങ്ങളാക്കുവാൻ ഈ ക്രിസ്തു താല്പര്യപ്പെട്ടതുകൊണ്ടാണ്. വിശ്വസിക്കുന്നവർ ഉറക്കെ വിശ്വസിക്കുന്നവർ, ശക്തിയോടെ വിശ്വസിക്കുന്നവർ ഉറക്കെ ഹല്ലേലൂയ. കാരണം ഈ സുവിശേഷം ഏതോ വ്യക്തിയുടേതല്ല, ഏതോ സംഘടനയുടേതല്ല. ഈ സുവിശേഷം ഏതോ ഉന്നതകുല ജാതന്മാരുടേതല്ല. ഈ സുവിശേഷം യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവത്തിന്റെ ജനത്തിൻ്റെതാണ്. അവനെ പ്രസംഗിക്കുവാൻ ദൈവം നൽകിക്കൊടുത്തതാണ്. കാരണം വേദപുസ്തകം രേഖപ്പെടുന്ന ഒരു കാര്യമുണ്ട്, അന്ത്യകാലത്ത് സകല ജനത്തിന്റെ പേരും ഞാനുടെ ആത്മാവിനെ പകരും എന്ന് ക്രിസ്തു പറഞ്ഞത് മറ്റൊന്നിനല്ല, ഈ വചനം ശക്തിയോടുകൂടി പ്രസംഗിക്കുവാനാണ്. ശക്തിയോടെ. Praise the Lord. അങ്ങനെ വളരെയധികം പ്രശ്നങ്ങൾ ആരംഭിക്കപ്പെടുകയാണ്. പൗലോസ് പ്രസംഗിച്ചു, ജാതി പ്രശ്നമല്ല. പൗലോസ് പ്രസംഗിച്ചു, നീ ഏത് ജാതിക്കാരായാലും എനിക്ക് കുഴപ്പമില്ല, ഞാൻ നിന്റെ ഭക്ഷണം കഴിക്കാം. അവർ പറഞ്ഞു, അയ്യോ പറ്റത്തില്ല, നീ യഹൂദനല്ലേ. അവൻ പറഞ്ഞു, യഹൂദനെ നോക്കിയല്ലേ ക്രിസ്തു വന്നത്, ജാതികളെ നോക്കിയ യഹൂദനെ നോക്കിയല്ലേ ക്രിസ്തു വന്നത്, നിന്നെ നോക്കിയ ക്രിസ്തു വന്നത്. യഹൂദനെ നോക്കിയിട്ടാണ് ക്രിസ്തു വന്നിരുന്നുവെങ്കിൽ യഹൂദന്മാരെ മാത്രമേ യേശു രക്ഷിക്കത്തുള്ളായിരുന്നുള്ളൂ. പക്ഷെ യേശു യഹൂദന് വേണ്ടി മാത്രമല്ല കാൽവരയിൽ തകർന്നത്, സകല മാനവ കുലത്തിന് വേണ്ടിയിട്ടാണ് യേശു തകർന്നത്. അതുകൊണ്ട് എനിക്കിപ്പോൾ നിന്റെ ജാതി പ്രശ്നമല്ല, നിന്നുള്ള ഭക്ഷണം കഴിക്കുവാൻ ഞാൻ തയ്യാറാ. ശക്തിയോടെ പൗലോസ് അവരോടൊപ്പം ഭക്ഷണം കഴിക്കുവാൻ ആരംഭിച്ചു. തുടക്കത്തിൽ പത്രോസിന് പ്രശ്നമൊന്നുമില്ലായിരുന്നു, യാക്കോബിന് പ്രശ്നമില്ലായിരുന്നു. പത്രോസ് ഇവരോടൊപ്പമായിരുന്നപ്പോൾ പത്രോസും ഇവരോടൊപ്പം ജാതികളോടൊപ്പം ഭക്ഷണം കഴിച്ചു. പക്ഷെ ചില നാളുകൾ കഴിഞ്ഞപ്പോൾ യെരുശലേമിൽ നിന്ന് യഹൂദ മത പാരമ്പര്യം അനുസരിച്ച് ജീവിക്കുന്ന ക്രിസ്തീയ വിശ്വാസികൾ വന്നപ്പോൾ പെട്ടെന്ന് പത്രോസ് മാറി നിന്നു. മാറിന പത്രോസിനെ നോക്കിക്കൊണ്ട് ഈ പൗലോസ് പറഞ്ഞു, എടാ പത്രോസ്, നീ ചെയ്ത കാര്യം ശരിയല്ല. Praise the Lord. കാരണം പത്രോസിനെ ഈ പൗലോസ് പേടിക്കുന്നില്ല. കാരണം ഈ പത്രോസിനെ പേടിക്കുവാനുള്ള കാരണമില്ല. കാരണം പൗലോസിനെ വിളിച്ചത് പത്രോസ് അല്ല, പൗലോസിനെ വിളിച്ചത് യേശുവാ. യേശുവിനാണ് നീ വിളിക്കപ്പെട്ടിട്ടുണ്ട് എങ്കിൽ ഒരിക്കലും നീ ആരെയും ഭയപ്പെടുവാൻ തക്കവണ്ണം ഇടയാകത്തില്ല. കാരണം മാനുഷഭയം ഒരു കാണിയാണെന്ന് വേദപുസ്തകം രേഖപ്പെടുത്തുന്നുണ്ട്. വിശ്വസിച്ചുകൊണ്ട് ദൈവത്തെ സ്തുതിച്ചോ. പ്രതികൂലങ്ങൾ ആരംഭിക്കുകയാണ്. പൗലോസ് അഗ്രചർമ്മത്തെ കുറിച്ച് പ്രസംഗിക്കുന്നില്ല. പൗലോസ് സർക്കംസിഷൻ പരിച്ഛേദനയെ കുറിച്ച് പ്രസംഗിക്കുന്നില്ല. അവരുടെ ചിന്താഗതിയിൽ മതപാരമ്പര്യം അനുസരിച്ച് യഹൂദന്റെ ചിന്താഗതിയിൽ ഒരുവൻ അഗ്രചർമ്മം നീക്കിയില്ലെങ്കിൽ, പരിച്ഛേദന കർമ്മം ചെയ്തില്ല എങ്കിൽ അവൻ ഒരിക്കലും ദൈവത്തെ പ്രസാദിപ്പിക്കുമെന്നൊക്കെ വേണം കഴിയത്തില്ലെന്ന് അടിയുറച്ച് വിശ്വസിക്കുന്ന യഹൂദ മത പാരമ്പര്യ വിശ്വാസികളുടെ കൺമുമ്പിൽ പൗലോസ് പറയുന്നു, അഗ്രചർമ്മം പ്രശ്നമല്ല, പരിച്ഛേദന പ്രശ്നമല്ല, ക്രിസ്തുവിന്റെ പരിച്ഛേദന ഹൃദയത്തിനകത്ത് കേൾക്കുന്നതാണ് ഏറ്റവും വലിയ പ്രശ്നം. അത് കിട്ടിക്കഴിഞ്ഞാൽ നീ പിന്നെ ജാതിയല്ല, നീ പിന്നെ ദൈവത്തിന്റെ പൈതലാണ്. ഈ പ്രശ്നങ്ങളെല്ലാം പൗലോസ് നടത്തിയപ്പോൾ ചില വല്ലാതെ യഹൂദ പാരമ്പര്യ വിശ്വാസികൾ വല്ലാതെ ഇളകുവാനൊക്കെ വേണം തുടങ്ങി. അവർ പൗലോസിനെതിരെ തിരിഞ്ഞു. അവർ ഗലാത്യരുടെ ജനത്തോട് പറഞ്ഞു, ഈ പൗലോസിൽ നിങ്ങൾ വിശ്വസിക്കരുത്. ഈ പൗലോസ് യേശുവിനോടൊപ്പം ആയിരുന്നില്ല, ഞങ്ങളാണ് യേശുവിനോടൊപ്പം ആയിരുന്നത്, ഞങ്ങളാണ് ശരിയായ അബ്രഹാമിന്റെ പുത്രന്മാർ. നിങ്ങൾ പൗലോസിനെ തള്ളിക്കളയൂ, ഞങ്ങൾ പറയുന്ന കാര്യം അനുസരിക്കൂ. ആമേൻ. ഉറക്കെ ആമേൻ. പ്രശ്നങ്ങൾ വല്ലാതെ ഉരുവായപ്പോൾ പൗലോസ് വല്ലാതെ തകരുകയാണ്. പക്ഷെ താൻ തകരപ്പെടുവാൻ തക്കവണ്ണം സമ്മതിച്ചു കൊടുക്കുന്നില്ല. കാരണം ക്രിസ്തു ഓൾറെഡി തകരപ്പെട്ട് കഴിഞ്ഞു. എനിക്ക് വേണ്ടി നിനക്ക് വേണ്ടി ഓൾറെഡി ക്രിസ്തു തകരപ്പെട്ട് കഴിഞ്ഞതുകൊണ്ട് ഇനി നീ തകരപ്പെടേണ്ട കാര്യമില്ല. എന്റെ ക്രിസ്തു കാൽവരിയിൽ എനിക്ക് വേണ്ടി നിനക്ക് വേണ്ടി തകർന്നത് കൊണ്ട് ഇനി നീ തകരപ്പെടേണ്ട കാര്യമില്ല. തകരപ്പെടേണ്ട കാര്യമില്ല. ഉറക്കെ പറഞ്ഞേ, തകരപ്പെടേണ്ട കാര്യമില്ല. ഉറക്കെ പറഞ്ഞേ, ഉറക്കെ.
അങ്ങനെ ഇരിക്കെ പൗലോസ് ഗലാത്യയിലെ ജനത്തിൽ എഴുതുവാൻ തക്കവണ്ണം തുടങ്ങി. അവനോട് ഗലാത്യയിലെ ജനത്തോട് സംസാരിച്ച കുറെ കാര്യഗതികൾ ഇന്ന് രാത്രി നാം കേട്ടത്. നാം കുറെ കാര്യത്തിലൂടെ ഇന്ന് രാത്രിയും കേൾക്കുവാൻ തക്കവണ്ണം ദൈവാത്മാവിനെ താല്പര്യപ്പെടുന്നു. ഗലാത്യർക്കെഴുതിയ ലേഖനം 2-ാം അധ്യായം. ഗലാത്യർക്കെഴുതിയ ലേഖനം 2-ാം അധ്യായം അതിന് 15 മുതൽ. We are Jews by birth, and are not sinners like Gentiles. നാം ജന്മനാൽ യഹൂദന്മാരാണ്, നാം പാപികളായ ജാതികളെ പോലെയല്ല. But we know that God accepts only those who have faith in Jesus Christ. പക്ഷെ നമുക്കറിയാം, യേശുവിൽ വിശ്വാസമുള്ളവനെ മാത്രമേ സ്വർഗ്ഗത്തിൽ ദൈവം അംഗീകരിക്കുന്നുള്ളൂ. No one can please God by simply obeying the Lord. ഒരിക്കലും ഒരു മനുഷ്യരുടെ ന്യായ പ്രമാണത്തെ അനുസരിക്കുന്നത് കൊണ്ട് ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ തക്കവണ്ണം കഴിയത്തില്ല. So we put our faith in Jesus Christ and God accepted us because of our faith. അതുകൊണ്ട് നാം നമ്മുടെ വിശ്വാസം ക്രിസ്തുവിൽ വെച്ചു. സ്വർഗ്ഗത്തിലെ ദൈവം നമ്മുടെ വിശ്വാസത്താൽ നമ്മെ അംഗീകരിച്ചു. ഉറക്കെ ശക്തിയോടെ, ഉറക്കെ ശക്തിയോടെ. ഇത് പോരാ, അതുകൊണ്ട് ഉറക്കെ വീണ്ടും പറയാൻ പറഞ്ഞത്. ഉറക്കെ ഉറക്കെ വീണ്ടും. ഈ വേർഷൻ കോണ്ടംപററി ഇംഗ്ലീഷ് വേർഷനാണ്. ഞാൻ എൻ്റെ ആംപ്ലിഫൈഡ് ഇംഗ്ലീഷ് വേർഷൻ വായിക്കാം. ഇതിനകത്തുള്ള ആലോചനകൾ വ്യക്തമാണ്, കുറച്ചുകൂടി വിശാലമാണ്. Galatians chapter 2 verses from 15 to 16 and 19. I went on to say, although we ourselves, you and I, are Jews by birth, and not Gentiles, heathen sinners, yet we know that a man is justified or reckoned righteous and in right standing with God, not by works of the law, but only through faith and absolute reliance on and adherence to and trust in Jesus Christ, the Messiah, the anointed one. Hello, hello. കൊച്ചു പിള്ളാരെ ഉറക്കെ ഹല്ലേലൂയ, ഉറക്കെ. Therefore even we ourselves have believed on Jesus Christ in order to be justified by faith in Christ and not by works of the law. For we cannot be justified by any observance of the rituals of the law given by Moses, because by keeping legal rituals and by works, no human being can ever be justified, declare righteous and put in right standing with God. Yet we know that a man is justified or reckoned righteous and in right standing with God, not by works of the law. നാം അറിയുന്നുവല്ലോ, ലോകത്തിലൊറ്റ മനുഷ്യൻ പോലും ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികളാൽ സ്വർഗത്തിലെ ദൈവത്താൽ നീതീകരിക്കപ്പെടുവാൻ തക്കവണ്ണം ഇടയാകുന്നില്ല. But only through faith, വിശ്വാസത്താൽ മാത്രമേ, an absolute reliance on and adherence to and trust in Jesus Christ, the Messiah, the anointed one, അഭിഷിക്തനായ യേശു ക്രിസ്തുവിലുള്ള ആ സമ്പൂർണമായ വിശ്വാസത്താൽ മാത്രമേ നിനക്ക് നീതീകരിക്കപ്പെടുവാൻ കഴിയത്തുള്ളൂ. ഉറക്കെ പറഞ്ഞ് നീതീകരിക്കപ്പെടുവാൻ കഴിയത്തുള്ളൂ. പുസ്തകം രേഖപ്പെടുത്തുന്നു, ആകാശത്തിന് കീഴെ മാനവജാതിയുടെ ഇടയിൽ മാനവജാതിയെ രക്ഷിക്കുവാൻ യേശു ക്രിസ്തുവിന്റെ നാമമല്ലാതെ മറ്റൊരു നാമമില്ല. മനുഷ്യനെ രക്ഷിക്കുവാൻ യേശുവിന്റെ നാമമല്ലാതെ മറ്റൊരു നാമമില്ല എന്ന് ഒരുവന് വിശ്വസിക്കുവാൻ തക്കവണ്ണം കഴിയുമ്പോഴാണ് അവൻ ശരിയായി ക്രിസ്തുവിനെ അംഗീകരിക്കുവാൻ തക്കവണ്ണം ഇടയാകുന്നത്. വേദപുസ്തകം വീണ്ടും രേഖപ്പെടുത്തുന്നു, അതേ ക്രിസ്തുവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്നവർ രക്ഷിക്കപ്പെടും, മറ്റേതെങ്കിലും നാമം വിളിച്ചപേക്ഷിച്ചാൽ രക്ഷിക്കപ്പെടുമെന്നല്ല വേദപുസ്തകം രേഖപ്പെടുത്തുന്നത്. ഇന്ന് രാത്രി വേദപുസ്തകം പറയുന്ന കാര്യം, യേശുവിന്റെ നാമം ആരെങ്കിലും വിളിച്ചപേക്ഷിക്കുവാൻ തക്കവണ്ണം ആരംഭിച്ചാൽ അവന്റെ ജീവിതത്തിൽ ആവശ്യമായ രക്ഷ നൽകി കൊടുക്കുവാൻ ഈ ക്രിസ്തുവിന് തയ്യാറാണ്. രാത്രിയിലും ഈ ക്രിസ്തു സന്നദ്ധനാണ്. ആമേൻ, പ്രൈസ് ദി ലോർഡ്. യേശു ക്രിസ്തുവിൽ വിശ്വാസമുള്ളവനായി തീരുക. എന്തായിരിക്കണം യേശു ക്രിസ്തുവിലുള്ള വിശ്വാസം? എന്താണ് വചനം അതിനെ കുറിച്ച് പറയുന്നത്? യേശു ക്രിസ്തുവിൽ വിശ്വാസമുള്ളവനായി തീരുക എന്ന് പറഞ്ഞാൽ യേശു ഉറക്കെ പറഞ്ഞ യേശു വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ കാര്യം യേശു ഭൂമിയിലേക്ക് വന്നു എന്ന് വിശ്വസിക്കണം. രണ്ട്, യേശു നിനക്ക് വേണ്ടി മരിച്ചു എന്ന്
വിശ്വസിക്കണം. 3, യേശു സ്വർഗത്തിലേക്ക് കയറിപ്പോയി എന്ന് വിശ്വസിക്കണം. 4, യേശു പിതാവിന്റെ വലതു ഭാഗത്തിരിക്കുന്നു എന്ന് വിശ്വസിക്കണം. 5, യേശു വീണ്ടും നിന്നെ ചേർക്കുവാൻ വരുവാൻ പോകുന്നു എന്ന് വിശ്വസിക്കണം. 6, യേശുവിന്റെ നാമം സകല നാമത്തിന് മേലായ നാമമെന്ന് വിശ്വസിക്കണം. 7, യേശുവിന്റെ നാമത്തിന് മുൻപാകെ സകല മുടങ്കാലും മടങ്ങുമെന്ന് വിശ്വസിക്കണം. 8, എല്ലാ നാമം യേശുവിന്റെ നാമം ഏറ്റു പറയുവാൻ തക്കവണ്ണം ഇടയാകുമെന്ന് വിശ്വസിക്കണം. വീണ്ടും യേശുവിന്റെ നാമത്തില് സകല അന്ധകാര ശക്തികൾ കീഴ്മേൽ മറിയുന്നു എന്ന് നീ വിശ്വസിക്കണം. Praise the Lord. 1 യോഹന്നാൻ ലേഖനം 3-ാം അധ്യായം 8-ാമത്തെ വാക്യം പറയുന്നു, ജീസസ് ക്രൈസ്റ്റ് manifested in this earth to destroy the works of devil. പിശാചിന്റെ പ്രവൃത്തികൾ അടിപ്പാൻ തക്കവണ്ണം തന്നെ ദൈവപുത്രൻ പ്രത്യക്ഷനായി എന്ന് പറഞ്ഞ അർത്ഥം എന്തുവാ? എനിക്കെതിരെ, നിനക്കെതിരെ, നിന്റെ കുടുംബത്തിനെതിരെ, നിന്റെ സാഹചര്യങ്ങൾക്കെതിരെ, നിന്റെ സഭയ്ക്കെതിരെ, ഈ ദേശത്തിനെതിരെ വെളിപ്പെടുന്ന സകല അന്ധകാര ശക്തികളെ തകർക്കുവാനാണ് യേശു വെളിപ്പെട്ട് വന്നത്. ഇത് വിശ്വസിക്കുന്നവന്റെ കരങ്ങൾ ചലിക്കും, ഇത് വിശ്വസിക്കുന്നവന്റെ നാവുകൾ ചലിക്കും. കാരണം എനിക്കെതിരെ വെളിപ്പെട്ട പിശാചിനെ തകർക്കുവാൻ യേശു വന്നു. യേശു വന്നുവെങ്കിൽ പിശാച് തകർന്നു കഴിഞ്ഞു. പിശാച് തകർന്നു കഴിഞ്ഞു എന്ന വേദപുസ്തകം രേഖപ്പെടുത്തുന്നത്. പിശാച് തകരുവതല്ല, പിശാചിനെ തകർച്ച സമ്പൂർണ്ണമായി വെളിപ്പെടുവാൻ പോകുന്നത്. ആ നരകത്തിലാണ് എങ്കിലും വെളിപ്പാട് പുസ്തകത്തിൽ വ്യക്തമായി വെളിപ്പെടുത്തി വെട്ടിച്ചിട്ടുണ്ടെങ്കിലും വിശ്വസിക്കുന്ന ദൈവവൈദ്യന് വേണ്ടി ഇന്ന് രാത്രി കാലം കർത്താവ് നിവർത്തിച്ചു കഴിഞ്ഞു. കാരണം കാൽവരിയിലെ ക്രിസ്തു പരിപൂർണമായി തകർന്നപ്പോൾ തന്നെ പിശാചിന്റെ കഥ കഴിയുകയാണ്. ദൈവത്തിന്റെ പൈതലിനെ ജയിപ്പിക്കുന്ന, ദൈവത്തിന്റെ പൈതലിനെ അനുഗ്രഹിക്കുന്ന, ദൈവത്തിന്റെ പൈതലിനെ ഉയർത്തുന്ന, ദൈവത്തിന്റെ പൈതലിനെ പരിപൂർണമായി വിജയ ശ്രീലാളിലേക്ക് മാറ്റുന്ന, വിജയത്തിന്റെ അത്യുന്ന പദത്തിലേക്ക് എത്തിക്കുന്ന സ്വർഗത്തിലെ ക്രിസ്തുവായിട്ട് ഇന്ന് രാത്രികാലം ക്രിസ്തു വെളിപ്പെട്ട് വരുന്നത്. ഉറക്കെ പറഞ്ഞ പിശാചിന്റെ പ്രവർത്തികളെ, ഉറക്കെ പറഞ്ഞ പിശാചിന്റെ പ്രവർത്തികളെ, ഉറക്കെ പറഞ്ഞ പിശാചിന്റെ പ്രവർത്തികളെ, ഇന്ന് രാത്രികാലം നിനക്കെതിരെ നിൽക്കുന്ന സകല പൈശാചിക ശക്തികളുടെ പ്രവർത്തികളെ അടിപ്പാൻ, തകർക്കുവാൻ, മുടിച്ചു കളയുവാൻ എന്റെ ക്രിസ്തു പ്രത്യക്ഷനായി. 2000 വർഷങ്ങൾക്ക് മുൻപേ ഇവർ പ്രത്യക്ഷനായത് വെറുതെയല്ല പ്രത്യക്ഷനായത്, ഏതോ ചില കാര്യങ്ങൾ ചെയ്യുവാനുള്ള പ്രത്യക്ഷനായത്, ഏറ്റവും നല്ല മനുഷ്യനെന്ന് വിളിപ്പാക്കുവാനുള്ള പ്രത്യക്ഷനായത്, എല്ലാവരെക്കാളും സമ്പൂർണ്ണ പെർഫെക്റ്റ് വാൾ നിഷ്കളങ്കൽ എന്ന വിളി കേൾക്കുവാൻ മാത്രമല്ല ഇവൻ പ്രത്യക്ഷനായത് നിന്റെ ജീവിതത്തിനെതിരെ വെളിപ്പെട്ട പിശാചിന്റെ പദ്ധതികളെ തകർക്കുവാനാണ് യേശു പരിപൂർണമായി വെളിപ്പെട്ടു വന്നത്. അവൻ വന്നുവെങ്കിൽ പിശാച് തകർന്നു കഴിഞ്ഞു. ആമേൻ. എന്റെ യേശു ഇന്ന് രാത്രി കാലം ഈ ഗ്രൗണ്ടിനകത്ത് വെളിപ്പെട്ട് വന്നുവെങ്കിൽ ഈ ഗ്രൗണ്ടിന് മേൽ വ്യാപരിക്കുന്ന പിശാച് ഇന്ന് രാത്രി തകരുകയാണ്. ഈ ദേശത്തിന്റെ മേല് എന്റെ ക്രിസ്തു വെളിപ്പെട്ട് വന്നുവെങ്കിൽ ഈ ദേശത്തെ ഭരിക്കുന്ന പിശാച് തകർന്നു കഴിഞ്ഞു, തകർന്നു കഴിഞ്ഞു. വിശ്വസിച്ചോ, 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 വിശ്വസിച്ചോ. ശക്തിയോടെ, ശക്തിയോടെ, ഹല്ലേലൂയ, ശക്തിയോടെ. ഉറക്കെ പറഞ്ഞ യേശു ജയിച്ചു, ഉറക്കെ പറഞ്ഞ യേശു ജയിച്ചു. സാത്താൻ തോറ്റുപോയി. ഉറക്കെ പറഞ്ഞ സാത്താൻ തോറ്റുപോയി. യേശു പ്രത്യക്ഷനായത് സാത്താനെ തോൽപ്പിക്കുവാനാ പ്രത്യക്ഷനായത്. നിന്റെ വിദ്യാഭ്യാസത്തെ തകർത്തുകൊണ്ട് നിൽക്കുന്ന പിശാചിനെ തോൽപ്പിക്കുവാനാ യേശു പ്രത്യക്ഷനായത്. നിന്റെ കുടുംബത്തിനകത്ത് മാറാത്ത രോഗങ്ങളെ സൃഷ്ടിക്കുന്ന പൈശാചിക ശക്തികളെ തകർക്കുവാനാണ് എന്റെ ക്രിസ്തു പ്രത്യക്ഷനായത്. നിന്നെ മുന്നോട്ട് വിടത്തില്ലെന്ന് വെല്ലുവിളിച്ചുകൊണ്ട് നിൽക്കുന്ന പൈശാചിക വ്യാപാരങ്ങളെ ഒന്നുപോലും ഇല്ലാതെ വണ്ണം തച്ചുടയ്ക്കുവാനാണ് ക്രിസ്തു പ്രത്യക്ഷനായത്. വിശ്വസിക്കുന്ന ദൈവ വൈതലായി ദൈവത്തെ സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു ഉറക്കെ ശക്തിയോടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പിശാചിന്റെ പ്രവർത്തികളെ അഴിപ്പാൻ തക്കവണ്ണം തന്നെ യേശു പ്രത്യക്ഷനായി എന്ന് വിശ്വസിക്കുന്നവർ മന്ത്രവാദത്തെ ഒരിക്കലും ഭയപ്പെടുന്നില്ല, ആഭിചാരത്തെ ഭയപ്പെടുന്നില്ല, ശുദ്രത്തെ ഭയപ്പെടുന്നില്ല, ഒരൊറ്റ പൈശാചിക ശക്തികളെ ഭയപ്പെടുന്നില്ല. ഏത് വിശ്വാസം കൺമുമ്പിൽ വന്നാലും ഇവൻ ഭയപ്പെടത്തില്ല. കാരണം അവന്റെ ഹൃദയത്തിനകത്തൊരു വിശ്വാസമുണ്ട്. എന്നെ ഭയപ്പെടുത്തുവാൻ വെളിപ്പെട്ട് വരുന്ന പിശാച് നിന്നെ തകർത്തവനാ ക്രിസ്തു. ആ ക്രിസ്തുവിന്റെ ഉള്ളത്തിനകത്തുള്ളത് കൊണ്ട് നിനക്കിനെ തകർക്കുവാൻ തക്കവണ്ണം കഴിയത്തില്ല. ആമേൻ, ആമേൻ. ഇന്ന് രാത്രികാലം ഈ ഗ്രൗണ്ടിനകത്ത് വെളിപ്പെടുന്ന എല്ലാ രോഗത്തിന്റെ ശക്തികൾ നീങ്ങിപ്പോയിക്കൊണ്ട് നിൽക്കുന്നു, നീങ്ങുന്നു. നിന്റെ കുടുംബത്തിനെതിരെ വെളിപ്പെടുന്ന എല്ലാ അന്ധകാലത്തിന്റെ വ്യാപാരങ്ങൾ ഇന്ന് രാത്രികാലം അഴിഞ്ഞു പോയിക്കൊള്ളുന്നു, അഴിയുന്നു. കാരണം നിനക്കെതിരെയുള്ള പിശാചിന്റെ പ്രവർത്തികളെ അടിക്കുവാനാണ് യേശു പ്രത്യക്ഷനായത് എന്ന വിശ്വാസം നിന്റെ ഹൃദയത്തിനകത്ത് ദൈവത്തിന്റെ ആത്മാവ് പരിപൂർണമായി നിക്ഷിപ്തമാക്കുന്നുവെങ്കിൽ നീ പരിപൂർണമായി അനുഗ്രഹിക്കപ്പെടുവാൻ പോകുകയാണ്. ഇന്ന് രാത്രി വിശ്വാസാവ് നിന്റെ ഹൃദയത്തിനകത്തുണ്ടോ? ഇനി പിശാച് വിജയിക്കത്തില്ല, ഇനി മന്ത്രവാദം വിജയിക്കത്തില്ല, ഇനി ശുദ്ര വിജയിക്കത്തില്ല. ഈ ദേശത്തിലെ സകല മന്ത്രവാദികളും ഇനി രാത്രി കാലത്തിലേക്ക്
അവർക്കെതിരെ വെളിപ്പെട്ട് വന്ന് അവർ മന്ത്രവാദം ചെയ്താലും അവർ വിജയിക്കത്തില്ല. കാരണം ക്രിസ്തു ക്രൂസിൽ പരിപൂർണമായി വിജയ ശ്രീലാളിതലാണ്. കാൽവരിയിൽ തകർന്ന ക്രിസ്തു ഒരു തകർന്ന ക്രിസ്തുവല്ല. കാൽവരിയിൽ തകർന്ന ക്രിസ്തു ദയാളിയായ ക്രിസ്തുവാണ്. കാരണം കാൽവരിയിലെ തകർച്ചയിലൂടെ പിശാച് തകരപ്പെടുകയായിരുന്നു. ഇന്ന് രാത്രി അന്ധകാരങ്ങൾ തകരുകയാണ്. ഇന്ന് രാത്രികാലം രോഗങ്ങൾ അഴിഞ്ഞു മാറുകയാണ്. ഇന്ന് രാത്രികാലം ശാപങ്ങൾ അഴിഞ്ഞു മാറുകയാണ്. വിശ്വസിക്കുവാൻ കഴിയുന്നുണ്ട്, ശാപങ്ങൾ അഴിഞ്ഞു മാറുന്നു. നിനക്കെതിരെ നിൽക്കുന്ന പിശാച് അഴിഞ്ഞു മാറുന്നു. ഇന്ന് രാത്രികാലം പിശാച് അഴിയുകയാണ്. ഓ, പിശാച് തകരുകയാണ്. ഇന്ന് രാത്രി നിന്നെ മുന്നോട്ട് വിടത്തില്ലെന്ന് പറയുന്ന, നിന്റെ ഭാവിയെ മുന്നോട്ട് വിടത്തില്ലെന്ന് പറയുന്ന പിശാച് തകരുകയാണ്. തകരുകയാണ്. ആ പദം പറയുമ്പോൾ തന്നെ പിശാച് രാത്രികാലം തകരുന്നുണ്ട്. ഇവിടെ തകരുന്നുണ്ട്. അവന്റെ ശക്തി അഴിയുകയാണ്. വിശ്വസിക്കുന്നവർ ദൈവത്തെ സ്തുതിച്ചോ ശക്തിയോടെ. ആത്മാവുള്ളവൻ ഒരിക്കലും വെറുതെ ഇരിക്കുവാൻ കഴിയത്തില്ല. വെറുതെ ഇരിക്കുവാൻ കഴിയത്തില്ല. അവൻ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കും. സ്തുതിച്ചുകൊണ്ടിരിക്കും. ഇന്ന് രാത്രികാലം പൈശാചിക ശക്തികൾ തകരുന്നു. തകരുന്നു. അഭിഷേകത്തിന്റെ പകർച്ച ഗ്രൗണ്ടിനകത്ത് വെളിപ്പെടുന്നു. അഭിഷേകം ഈ ഗ്രൗണ്ടിനകത്ത് വെളിപ്പെടുന്നു. അഭിഷേകത്തിനായ ക്രിസ്തു വന്നുവെങ്കിൽ അഭിഷേകം വെളിപ്പെടുകയാണ്. എനിക്കറിയാം ഇന്ന് രാത്രികാലം അഭിഷേകത്തിനായ ക്രിസ്തു ഇതിനകത്ത് വെളിപ്പെട്ട് വന്നു കഴിഞ്ഞു. അതുകൊണ്ട് ജനത്തിന്റെ മേൽ അഭിഷേകം പകരപ്പെടുകയാണ്. അഭിഷേകം 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 അഗ്നി 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 ഫയർ ഫയർ. അഭിഷേകം ഇറങ്ങിക്കഴിഞ്ഞു. അഗ്നി ഇറങ്ങിക്കഴിഞ്ഞു. അഗ്നി ഒരുവൻ രാത്രി കാലം ഇതിനകത്ത് വെളിപ്പെട്ട് വന്നു കഴിഞ്ഞു. അഗ്നിയിൽ 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 അഗ്നി 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 ഫയർ. Oh mighty fire. Oh wonder working. Oh fire. Oh rabana sigara thumuru kuri andura gadaga. Digana digati gadaga gadaga digana garasia. Jena dina da kali pora dini kiwandaru kumana pole kariya kala baratil mane suke maana abhishekathil makrasa. Digana garasia. Digana garada. Digana garada. Digana adiyoru kuriyada. Andagaradila kattugale. Saamadila kattuvangale. Niraatri kaaladila tagarthuna kristuvana kruva. Shara
ഭൂമിയിൽ പ്രത്യക്ഷനായത് പിശാചിന്റെ പ്രവൃത്തികൾ അടിപ്പാനാണ്. നാളെ രാവിലെ നിന്റെ ഭവനത്തിൽ വന്ന് ഒരാൾ പ്രവചിക്കുകയാണ്, നിന്റെ ഭവനത്തിന്റെ മൂലയിൽ ഇത് മന്ത്രവാദത്തിന്റെ കെട്ടിരിക്കുന്നു. നീ എന്താ പറയണ്ടേ? എടാ, പിശാചിന്റെ പ്രവൃത്തികളെ അടിപ്പാൻ ക്രിസ്തു പ്രത്യക്ഷനായത് കൊണ്ട് ഇനി അത് ജയിക്കത്തില്ല. നാളെ നീ പോകുന്ന വഴിക്ക് ഇതാ ചാവാൻ പോവാ. ഒരു തമ്മെന്ന് പ്രവചിക്കുകയാണ്. നീ പ്രവചിക്കുന്നവനെ നോക്കി പറയണം, എടാ ഞാൻ ചാവത്തില്ല, എന്റെ ക്രിസ്തു അനുവദിക്കുന്ന നിമിഷത്തെ ഞാൻ മരിക്കത്തുള്ളൂ. കാരണം എന്നെ തകർക്കുവാൻ വെളിപ്പെട്ട പിശാചിനെ തകർത്ത ക്രിസ്തുവിന്റെ ഉള്ളത്തിനകത്ത് അധിവസിക്കുന്നിടത്തോളം കാലം പിശാചിന്റെ മേൽ ജയമല്ല. ഉറക്കെ പറഞ്ഞ ജയമില്ല. കാരണം ഈ പിശാച് തോറ്റ പിശാച്. ആമേൻ. ഉറക്കെ, ഈ പിശാച് തോറ്റ പിശാച്. സാധാരണഗതിയിൽ വിശ്വാസികളെ മുഴുവനും പേടിപ്പിച്ചിട്ടിരിക്കുകയാണ്. പിശാച് ഇതാ വരുന്നു, കെട്ടിക്കളയുവൻ, മുടിച്ചു കളയുവൻ, നിന്നെ തകർത്തു കളയുവൻ. അല്ലേ? ഹലോ ഹലോ, പേടിപ്പിച്ചിട്ടിരിക്കുക. പിശാച് നിന്നെ കൊത്തുവാൻ വരുന്നു, മുടിക്കുവാൻ വരുന്നു. നിന്റെ കുടുംബം മൊത്തം ആരുടെ ചോദിച്ചാലും ആര് പ്രാർത്ഥിക്കാൻ വന്നാലും എന്റെ കുടുംബം മുഴുവനും തകർച്ചയില്ല. നിന്നെ തകർക്കുന്ന പിശാചിന്റെ കെട്ടിനകത്തിട്ട് നിന്നെ മുടിക്കുവാനല്ല, എന്റെ ദൈവത്തിന്റെ പദ്ധതി നിന്നെ വിടിവിക്കുവാനാണ്. കാരണം പിശാചിന്റെ പ്രവൃത്തികളെ അടിപ്പാനാണ് ക്രിസ്തു പ്രത്യക്ഷനായി കഴിഞ്ഞു. അവൻ വന്നു കഴിഞ്ഞു. അവൻ വന്നതുകൊണ്ട് ഇനി പിശാച് ജയിക്കാൻ പോകുന്നില്ല. അവന് ജയിക്കാൻ പറ്റത്തില്ല. ഉറക്കെ പറഞ്ഞ് ജയിക്കാൻ പറ്റത്തില്ല. നിന്നെ തകർക്കുമെന്ന് പറയുന്ന പിശാചിനെ നോക്കി നീ തിരിച്ചു പറയണം, പിശാചേ നിനക്ക് എന്നെ തകർക്കുവാൻ കഴിയത്തില്ല. കാരണം നിന്നെ തകർത്ത ക്രിസ്തു എന്റെ ഉള്ളത്തിനകത്ത് വസിക്കുകയാണ്.
നിന്നെ തകർത്ത ക്രിസ്തുവിന്റെ ഉള്ളത്തിനകത്ത് വസിക്കുമ്പോൾ നിനക്ക് എന്നെ എങ്ങനെയാ തകർക്കുവാൻ കഴിയുന്നത്? തിരിച്ചു ചോദിക്കുവാൻ പലപ്പോഴും മനുഷ്യർക്ക് പറ്റുന്നില്ല. പറ്റാത്തത് കൊണ്ടാണ് പിശാച് അവനെ തകർത്ത് കളയുന്നത്. പാപത്തിന്റെ പിടിയിലേക്ക് വലിച്ചുടക്കി നിന്നെ ഞാൻ മുടിച്ചു കളയും, നിന്നെ ഇന്ന് രാത്രി ഞാൻ പാപത്തിലേക്ക് വീഴ്ത്തിക്കളയും, നിനക്ക് രക്ഷപ്പെടുവാൻ തക്കവണ്ണം കഴിയത്തില്ലെന്ന് പറഞ്ഞുകൊണ്ട് വെല്ലുവിളിക്കുന്ന പിശാച് നോക്കി പറയണം, പിശാച് നിന്റെ വെല്ലുവിളിയെല്ലാം കാൽവരിയിൽ തകർന്നതാ. അത് പറയണം. കാരണം ക്രിസ്തു ഭൂമിയിലേക്ക് വെളിപ്പെട്ട് വന്നത് പിശാചിനെ തകർക്കുവാനാണെങ്കിൽ ക്രിസ്തു കാൽവരിയിൽ തകർന്നത് എന്തിനാ? വേദപുസ്തകം രേഖപ്പെടുന്നു. ഗലാത്യർക്ക് ലേഖനം 1-ാം അധ്യായം അതിന്റെ 4-ാമത്തെ വാക്യം. അവിടെ ഇങ്ങനെയാ പറഞ്ഞത്, who gave yielded himself up to atone for our sins. നമ്മുടെ പാപങ്ങളുടെ മോചനത്തിനായി മാത്രമല്ല, and to save and sanctify us, നമ്മെ രക്ഷിക്കുവാനായി, നമ്മെ വിശുദ്ധീകരിക്കുവാനായി മാത്രമല്ല, in order to rescue and deliver us from this present wicked age. ഈ ദുഷ്ടത നിറഞ്ഞ ഈ ദുഷ്ട ലോകത്തിൽ നിന്നും എന്നെയും നിന്നെയും രക്ഷിക്കേണ്ടതിനായി യേശു കാൽവരിയിൽ തകർന്നു. Praise the Lord. എന്നെയും നിന്നെയും രക്ഷിക്കുവാൻ ഒരുവൻ കാൽവരിയിൽ തകർന്നെങ്കിൽ ഇനി ഞാൻ എങ്ങനെയാ തകരുവാൻ പോകുന്നത്? നീ എങ്ങനെയാ തകരുവാൻ പോകുന്നത്? നിന്റെ സഭ എങ്ങനെയാ തകരുവാൻ പോകുന്നത്? നിന്റെ പൈതൽ എങ്ങനെയാ മുടിയുവാൻ പോകുന്നത്? അവൻ മുടിയത്തില്ല. കാരണം അവനെ മുടിക്കുവാൻ ശ്രമിച്ച പിശാചിനെ എന്റെ ക്രിസ്തു കാൽവരിയിൽ തകർത്തു. ആമേൻ. പിശാചിനെ എന്റെ ക്രിസ്തു കാൽവരിയിൽ തകർത്ത് പരസ്യ കാഴ്ചയാക്കിയിരിക്കുന്നു. എന്താ വേദപുസ്തകം പറയുന്നത്? പിശാചിനെ അവന്റെ സകല ആയുധവർഗവും വെപ്പിച്ച് എന്റെ ക്രിസ്തു അവനെ കാൽവരിയിൽ പരസ്യ കാഴ്ചയാക്കി. ഹല്ലേലൂയ. ഉറക്കെ ഹല്ലേലൂയ. വേദപുസ്തകം പറയും നിനക്ക് ഒരു പാപവിമോചനം നൽകി തരുവാൻ. വീണ്ടും വേദപുസ്തകം രേഖപ്പെടുത്തുന്നു നിന്നെ രക്ഷിക്കുവാൻ. വീണ്ടും വേദപുസ്തകം രേഖപ്പെടുത്തുന്നു നിന്നെ വിശുദ്ധീകരിക്കുവാൻ. വീണ്ടും വേദപുസ്തകം രേഖപ്പെടുത്തുന്നു ഈ ദുഷ്ടത നിറഞ്ഞ ലോകത്തിൽ നിന്നും, ഈ അശ്ലീലത നിറഞ്ഞ ലോകത്തിൽ നിന്നും, ഈ വ്യഭിചാരം കുടികുത്തി വാഴുന്ന ലോകത്തിൽ നിന്നും, ഈ അശ്ലീല പാപങ്ങൾ നിറഞ്ഞ ഈ ലോകത്തിൽ നിന്നും നിന്നെ രക്ഷിക്കുവാൻ. ഹൃദയം നിറയുമ്പോൾ, രക്ഷപ്പെടുവാൻ വഴിയില്ലെന്ന് ചിന്തിക്കുമ്പോൾ, ജീവിതം പരിപൂർണമായി തകർത്തു കളയുമ്പോൾ നീ താല്പര്യപ്പെടുമ്പോൾ ക്രിസ്തു പറയുന്നു നീ തകർക്കേണ്ട കാര്യമില്ല, നിനക്ക് വേണ്ടി തകർന്നവനാ ഞാൻ. ആമേൻ. ഹല്ലേലൂയ. പാപത്തിന്റെ ശക്തി നിന്നെ പരിപൂർണമായി തകർത്തു കളയുവാൻ വല്ലാതെ താല്പര്യ മനോഭാവത്തോടു കൂടി അടുത്തു വരുമ്പോൾ നീ പറയുക, യേശു നിന്നെ തകർത്തതാ പിശാചേ. പലപ്പോഴും പാപത്തിന്റെ ശക്തി നിനക്ക് നേരെ കടന്നു വരുമ്പോൾ ഈ പാപത്തെ നോക്കി പ്രതികരിക്കുമെന്നൊക്കെ കഴിയാതെ പോകുന്നത് കൊണ്ട് ഇന്നും പാപത്തിന് പിടിയിൽ നീ അകപ്പെട്ടിരിക്കുന്നത്. ആമേൻ. നാം പാപികളായിരിക്കുമ്പോൾ തന്നെ പാപം ചെയ്തിട്ടില്ലാത്ത, പാപമില്ലാത്ത ക്രിസ്തു നമുക്ക് വേണ്ടി കാൽവരിയിൽ പാപിയായി തീർന്നു, തകർന്നു കഴിഞ്ഞു. അതുകൊണ്ട് ഇനി എന്റെ ജീവിതത്തിൽ പാപത്തിന് കുടികുത്തി വാഴുവാൻ തക്കവണ്ണം കഴിയത്തില്ലെന്ന് ആരെങ്കിലും വിശ്വസിച്ചാൽ അവന് നീതീകരിക്കപ്പെടുവാൻ തക്കവണ്ണം കഴിയും എന്ന് വേദപുസ്തകം രേഖപ്പെടുത്തുകയാണ്. സ്തോത്രം പറഞ്ഞു. എന്താ പ്രതികരിക്കാൻ കഴിയത്തെ? പിശാച് പോയെന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ കൈയടിച്ചു. പാപം പോയി എന്ന് പറയുമ്പോൾ കൈയടിക്കാൻ കഴിയുന്ന യേശുവിന്റെ ഉള്ളത്തിനകത്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ പാപം അവിടെ നിൽക്കത്തില്ല. കാരണം വേദപുസ്തകം പറയുന്നു ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു. എല്ലാ പഴയതും കഴിഞ്ഞു പോയി. All things are passed away and all things have become new in his life. If anyone be in Christ, he is a new creation. All things have passed away and all things have become new in his life. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു. എല്ലാ പഴയ പാപ സ്വഭാവങ്ങൾ അവനെ വിട്ട് പോകുന്നു. അവൻ പുതുതായി തീരുന്നു എന്ന വേദപുസ്തകം രേഖപ്പെടുത്തുന്നത്. വേദപുസ്തകത്തിന് വിരോധമായി മറ്റൊരു വേദവാക്യം കണ്ടുപിടിക്കുമ്പോൾ എനിക്കോ നിനക്കോ കഴിയത്തില്ല. യേശുവിന്റെ ഉള്ളത്തിനകത്ത് വന്നു കഴിഞ്ഞാൽ ഇനി പാപത്തിന്റെ ശക്തിക്ക് നിന്റെ ഉള്ളത്തിനകത്ത് കുടികുത്തി വാഴുവാൻ കഴിയത്തില്ല. ആമേൻ. പ്രൈസ് ദി ലോർഡ്. നീ പറയണം, പറഞ്ഞ് കഴിയത്തില്ല. ഉറക്കെ പറഞ്ഞ് കഴിയത്തില്ല. എടാ പാപമേ പറഞ്ഞേ. പറയത്തില്ല. എങ്ങനെ പറയാൻ പറ്റുന്നത്? പാപം ഇവിടെ എങ്ങനെ അംഗീകരിക്കാൻ കഴിയുന്നേ? ഹലോ. പിശാചുണ്ടെന്ന് വേണമെങ്കിൽ അംഗീകരിക്കാം, പിശാച് തകർന്നു വേണമെങ്കിൽ അംഗീകരിക്കാം. പക്ഷെ നിന്റെ ഉള്ളത്തിനകത്ത് പാപമുണ്ടെന്ന് എങ്ങനെ അംഗീകരിക്കാൻ കഴിയുന്നത്? എടാ എനിക്ക് പോലും പാപമില്ലെന്ന് പറയാം എനിക്ക് കഴിയത്തില്ല. കാരണം പാപമില്ലെന്ന് ആരെങ്കിലും പറയുന്നുവെങ്കിൽ അവൻ സ്വർഗത്തിലെ ദൈവത്തെ തുച്ഛീകരിക്കുകയാണ്. പക്ഷേ ജീവിതത്തിൽ, മനുഷ്യന്റെ ജീവിതത്തിൽ പാപത്തിന്റെ ശക്തി കടന്നു വരുവാൻ തക്കവണ്ണം ഇടയാകുമ്പോൾ പാപത്തെ തകർത്ത ക്രിസ്തുവിനെ പരിപൂർണമായി ഒരുവർ ആശ്രയം വയ്ക്കുവാൻ തക്കവണ്ണം ആരംഭിച്ചാൽ അവന്റെ ജീവിതത്തെ പാപത്തിൽ വിടുവിക്കുവാൻ ഇന്ന് രാത്രികാലം ക്രിസ്തുവിന് സാധ്യം. ആമേൻ. ഉറക്കെ ഹല്ലേലൂയ. ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. ഉറക്കെ പറഞ്ഞേ പിശാചേ
ഉറക്കെ പറഞ്ഞ പിശാച്, എടാ പാപമേ, നിന്നെ തകർത്ത ക്രിസ്തു എന്റെ ഉള്ളത്തിലകത്ത് അധിവസിക്കുകയാണ്. അതുകൊണ്ട് നിനക്കെല്ലാം തകർക്കുവാൻ കഴിയത്തില്ല. ആമേൻ എന്നിങ്ങനെ നീ പറയണം. ദിനം പ്രതി പറയണം. നീ മരിക്കും വരെയും പറയണം. എല്ലാ ദിവസവും പറയണം. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പാപത്തിന്റെ ശക്തി നിന്നെ വിട്ട് മാറും. ആമേൻ ഹല്ലേലൂയ. നിന്നെ അടിക്കുവാൻ കടന്നു വരുന്ന വ്യക്തിയെ നോക്കി നീ ചാടിക്കല് പറഞ്ഞു നോക്കടാ, നീ എന്നെ അടിച്ചു നോക്കടാ എന്ന് പറഞ്ഞ പിന്നെ അവൻ നിന്നെ അടിക്കത്തില്ല. നിന്നെ മുടിച്ചു കളയുവാൻ തക്കവണ്ണം കടന്നു വരുന്ന വ്യക്തിയെ നോക്കി തിരിച്ച് പ്രതികരിക്കുവാൻ തുടങ്ങി വെക്കുകയെ അവൻ പിന്നെ നിന്നെ തകർക്കത്തില്ല. നിന്നെ പാവം ചെയ്ത് നശിപ്പിക്കുവാൻ തക്കവണ്ണം കടന്നു വരുന്ന പിശാചിനെ നോക്കിയാൽ പിശാചേ വാടാ, നിനക്ക് പറ്റത്തില്ല എന്ന് തിരിച്ചങ്ങോട്ട് പറഞ്ഞു നോക്കി പിശാച് പേടിച്ചോടുന്ന കാണുവാൻ തക്കവണ്ണം കഴിയും. കാരണം പിശാച് ഒരു ഭീരുവായ മനുഷ്യനാണ്. ഏറ്റവും വലിയ ഭീരു പിശാചാ. കാൽവരി തകർന്നപ്പോഴേ അവൻ ഭീരുവായി. ഈ പിശാച് വലിയ പുള്ളിയൊന്നുമല്ല, ഇവൻ മണ്ടനായ പിശാചാണ്. ഇവൻ ഭീരുവായ പിശാചാണ്. വിശ്വാസമുള്ള പൈതലിന്റെ മുമ്പില് ഈ പിശാച് വെറുതെ ഭീരുവാണ്. അതേ 40 പകൽക്കാലം രാത്രിക്കാലം ഉപവാസത്തിന് ശേഷം മടങ്ങി വന്ന ക്രിസ്തുവിന്റെ കൺമുമ്പില് പരാജിതനായ പിശാച് ഇന്ന് വിശ്വസിക്കുന്ന ദൈവത്തിന്റെ പൈതലിന്റെ കൺമുമ്പില് പരാജിതനായ പിശാചാണ്. ഇവൻ ഭീരുവാണ്. വിശ്വസിച്ചു. ഹല്ലേലൂയ. നീ യേശുവിൽ വിശ്വസിക്കുന്നുവെങ്കിൽ, നീ യേശുവിന്റെ പൈതലാണെങ്കിൽ പിശാച് നിന്റെ കൺമുമ്പിൽ പരിപൂർണമായി ഭീരുവാണ്. നിനക്കെങ്ങനെ നീതീകരിക്കപ്പെടുവാൻ കഴിയുന്നത്? നിനക്കെങ്ങനെ ദൈവത്തിന്റെ പൈതലായി തീരുവാൻ കഴിയുന്നത്? നിനക്കെങ്ങനെ ദൈവത്തിന് മുമ്പിൽ നിൽക്കുവാൻ തക്കവണ്ണം കഴിയുന്നത്? ഒന്ന് നീ വിശ്വസിക്കണം. യേശു എനിക്ക് വേണ്ടിയിട്ടാണ് ഈ ഭൂമിയിൽ പ്രത്യക്ഷനാകുവാൻ തക്കവണ്ണം ഇടയായത്. എന്റെ പാപത്തിന്റെ ശക്തികളെ, എനിക്കെതിരെ നിൽക്കുന്ന പൈശാചിക ശക്തികളെ പരിപൂർണമായി തകർക്കുവാനാണ് യേശു ഭൂമിയിൽ പ്രത്യക്ഷനായത്. എനിക്ക് വേണ്ടിയിട്ട് അവൻ കാൽവരിയിൽ താഴ്ന്നത് എന്ന് വിശ്വസിക്കുകയും എന്ന് ഏറ്റുപറയുകയും ചെയ്യുവാൻ തക്കവണ്ണം നീ ആരംഭിക്കുമ്പോൾ നിനക്ക് വേണ്ടി ക്രിസ്തുവിന്റെ ആത്മാവ് പ്രവർത്തിക്കുന്നത് കാണുവാൻ തക്കവണ്ണം നിനക്ക് കഴിയും. അപ്പോൾ നീതീകരിക്കപ്പെട്ട വ്യക്തിയായി, അപ്പോൾ ദൈവ പൈതലായി മാറുവാൻ നിനക്ക് കഴിയും. വെള്ളം ധരിച്ചതുകൊണ്ട് നീ ദൈവ പൈതലാകത്തില്ല. വീഴ്ച പഠിച്ചതുകൊണ്ട് ദൈവ പൈതലാകത്തില്ല. ദൈവ പൈതലാകണമെങ്കിൽ യേശു എനിക്ക് വേണ്ടിയിട്ട് കാൽവരിയിൽ താഴ്ന്നത്, അതുകൊണ്ട് എനിക്ക് തകർച്ച ഇല്ല എന്ന് പറയുവാൻ നീ തയ്യാറാകണം. ആമേൻ. പ്രൈസ് ദി ലോർഡ്. വെള്ളയ്ക്ക് നിന്നെ ശുദ്ധീകരിക്കുവാൻ കഴിയത്തില്ല, പക്ഷെ ക്രിസ്തുവിൽ നിന്നെ ശുദ്ധീകരിക്കുവാൻ കഴിയും. മീശ പഠിച്ചാൽ നീ ശുദ്ധീകരിക്കപ്പെടത്തില്ല, പക്ഷെ ക്രിസ്തുവിന്റെ ആത്മാവ് നിന്റെ മേൽ ഇറങ്ങി കഴിഞ്ഞാൽ നീ ശുദ്ധീകരിക്കപ്പെടുവാൻ ഇടയാകുകയാണ്. വിശ്വസിക്കുന്ന പ്രതിബദ്ധ സ്തുതിച്ചോ, വിശ്വസിക്കുന്നവർ പിശാചിന്റെ ശക്തി രാത്രികാലം തകരുകയാണ്. പാപത്തിന്റെ ശക്തി രാത്രികാലം തകരുകയാണ്. ഈ ദേശത്തിന് മേൽ കുടികൊണ്ട് വാഴുന്ന സകല പാപത്തിന്റെ ശക്തികൾ, സകല അന്ധകാരത്തിന്റെ ശക്തികൾ, സകല ശുദ്ധിയുടെ ശക്തികൾ, സകല ആഭചര ശക്തികൾ, സകല മാന്ത്രിക ശക്തികൾ, എല്ലാ അന്യാരാധന ശക്തികൾ ഇന്ന് രാത്രികാലം തകരുകയാണ്. പിശാചി തകരുകയാണ്. കാരണം നിന്നെ തകർത്ത ക്രിസ്തു രാത്രി ദേശത്തിൽ വെളിപ്പെടുന്നു. വിശ്വസിച്ച് വെളിപ്പെടുന്നു. ഉറക്കെ പറഞ്ഞ് വെളിപ്പെടുന്നു. ഉറക്കെ. ഹല്ലേലൂയ. ഒന്ന് പിശാചിന്റെ പ്രവർത്തികളെ തകർക്കുവാൻ യേശു പ്രത്യക്ഷനായി. എന്റെ പാപത്തിന്റെ പരിഹാരത്തിനായി യേശു കാൽവരിയിൽ മരിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് ഇനി പാപത്തിന് എന്റെ മേൽ അധികാരമില്ല. പറഞ്ഞ് പാപത്തിന് എന്റെ മേൽ അധികാരമില്ല. ഉറക്കെ പറഞ്ഞ് പാപത്തിന് എന്റെ മേൽ അധികാരമില്ല. കാരണം അങ്ങനെ വേദപുസ്തകം രേഖപ്പെടുത്തുന്നത് നിന്റെ ഹൃദയത്തിനകത്ത് സംശയിക്കാതെ നീ ചിലത് പറഞ്ഞാൽ ഉണ്ടായി വരും. ആമേൻ. ഉണ്ടായി വരും. അത്തിമാരത് നോക്കി ഒറ്റ വാക്ക് കൽപ്പിച്ച് ഇനി നിന്നിൽ നിന്നും ആരും പഴം കഴിക്കാതെ പോകട്ടെ ഇതാ യേശു പറഞ്ഞു. ആ പദം പറഞ്ഞു. പിറ്റേന്ന് രാവിലെ പകൽക്കാലമായപ്പോൾ പത്രോസ് ആ അത്തിവൃക്ഷം വേരോടെ ഉണങ്ങി നിൽക്കുന്ന കണ്ടു. എന്നിട്ട് പത്രോസ് യേശുവിനോട് പറയണം, യേശുവേ, ഇന്നലെ വൈകുന്നേരം നീ ശപിച്ച ആ അത്തിവൃക്ഷം ഇതാ പരിപൂർണമായി പട്ടുപോയല്ലോ. അപ്പോൾ യേശു പറഞ്ഞ പദമാ, നിങ്ങൾ ദൈവത്തിൽ വിശ്വാസമുള്ളവരായിരിക്കും എന്ന പദത്തെക്കാളും ആംപ്ലിഫൈഡ് വെർഷൻ പറയുന്നു, ദൈവത്തിന് വിശ്വാസമുള്ളവരായിരിക്കും. അങ്ങനെയെങ്കിൽ നിന്റെ ഹൃദയത്തിനകത്ത് സംശയിക്കാതെ നീ പറയുന്നത് സംഭവിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഈ മലയെ നോക്കി കടലിൽ ചാടി പോകാ നീ പറഞ്ഞാൽ നീ പറഞ്ഞതുപോലെ തന്നെ സംഭവിക്കും. അർത്ഥമെന്താ? പാപം ചെയ്യുവാൻ നിന്നെ പ്രേരിപ്പിക്കുന്ന പിശാചിനെ നോക്കി നിന്റെ കുടുംബത്തെ തകർക്കുവാൻ തക്കവണ്ണം അതേ ചുവട് നിൽക്കുന്ന പിശാചിനെ നോക്കി നിന്റെ കുടുംബത്തിനെതിരെ നിൽക്കുന്ന അതേ അഴിഞ്ഞാട്ട് നിൽക്കുന്ന സകല പൈശാചിക കോപനങ്ങളെ നോക്കി, എടാ പിശാചേ, രക്തം ഭക്ഷിക്കുവാൻ തക്കവണ്ണം നിൽക്കുന്ന പിശാചേ, നിന്നെ തകർക്കുവാനാണ് ക്രിസ്തു വെളിപ്പെട്ട് വന്നത് എന്ന് വിളിച്ചു പറഞ്ഞാൽ പിശാച് തകർന്നിരിക്കും. ഹല്ലേലൂയ. പിശാച് തകർന്നില്ലെങ്കിൽ ഞാൻ പിന്നെ പറഞ്ഞൊരു പദമുണ്ട്, പിശാച് നിന്നെ കർത്താവ് കാൽവരിയിൽ തകർത്തു. മാത്രമല്ല നിന്റെ ശക്തി യേശുവിന്റെ കാലക്കിരയാക്കിയിരിക്കുകയാ. ഇനി നിനക്ക് എന്റെ മേൽ അധികാരമില്ല. ആ പറയുന്ന മാത്രം പിശാച് ഓടിയിരിക്കും. ഉറക്കെ പറഞ്ഞ് ഓടിയിരിക്കും. കാരണം പിശാച് വീഴുവാ. പിശാച് വല്ലാത്ത മണ്ടന.
ഉറക്കെ പറഞ്ഞ മണ്ടൻ പിശാച്. ഉറക്കെ പറഞ്ഞ മണ്ടൻ പിശാച്. ഈ മണ്ടൻ പിശാചിനെ നോക്കി ഞാനാണെങ്കിൽ മണ്ടൻ പിശാചിനെ നോക്കി കൂവാറുണ്ട്. കൂന്ന് കൂവാറുണ്ട്. കാരണം ഞാൻ വല്ലാത്ത മണ്ടനാ. ഉറക്കെ പറഞ്ഞ വല്ലാത്ത മണ്ടൻ. ആ പിള്ളേർ പറഞ്ഞു വല്ലാത്ത മണ്ടൻ. കൂടെ ഒന്ന് യേശുവിനിക്ക് വേണ്ടി മരിച്ചു. ഒന്ന് യേശുവിനിക്ക് വേണ്ടി പ്രത്യക്ഷനായി. 2 യേശുവിനിക്ക് വേണ്ടി മരിച്ചു. 3 യേശു 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ് വെറുതെ ഉയർത്തെഴുന്നേറ്റ് മരണത്തെയും പാതാളത്തെയും കീഴ്മേൽ മറച്ചുകൊണ്ട് ഉയർത്തെഴുന്നേറ്റു. അതുകൊണ്ട് പാപത്തിനോ രോഗത്തിനോ ശാപത്തിനോ മാത്രമല്ല പാതാളത്തിനോ മരണത്തിനോ ഇനി എന്റെ മേൽ അധികാരമില്ല. നിത്യ നരകത്തിലേക്ക് കൊണ്ടുപോകുവാൻ ഇനി പിശാചിന് കഴിയത്തില്ല. കാരണം മരണത്തിന്റെ അധികാരിയായ പിശാചിനെ ക്രിസ്തു തന്റെ മരണത്താൽ നീക്കിയത് കൊണ്ട് ഇനി മരണത്തിന്റെ അധികാരിയായ പിശാചിന് എന്റെ മേൽ അധികാരമില്ല എന്ന് വിശ്വസിക്കണം. വിശ്വസിക്കുക മാത്രമല്ല, ഏറ്റു പറയണം. വീണ്ടും പറയണം, പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിന്റെ യേശു എനിക്കുണ്ട്. അതുകൊണ്ട് എനിക്ക് വേണ്ടി മധ്യസ്ഥത ചെയ്യുവാൻ ഒരുവൻ അവിടെയുണ്ട്. ലോകത്തിലെ ആരെല്ലാം എനിക്കെതിരെ തിരിഞ്ഞാലും ഇല്ല. കാരണം എനിക്ക് വേണ്ടി സ്വർഗത്തിലെ ദൈവത്തോട് സംസാരിപ്പാൻ ഒരുവൻ സ്വർഗത്തിലുണ്ട്. ഏക മധ്യസ്ഥനായ ക്രിസ്തു ഉണ്ട്. ഇനി മറ്റൊരു മധ്യസ്ഥന്റെ അടുക്കലേക്ക് പോകേണ്ട കാര്യം എനിക്കില്ല. കാരണം എനിക്ക് വേണ്ടി മധ്യസ്ഥത കഴിക്കുവാൻ യേശു പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിപ്പുണ്ട്. അവൻ ഇരിക്കുന്നത് കൊണ്ട് ഇനി മറ്റൊരു മധ്യസ്ഥന്റെ ആവശ്യകത എനിക്കില്ല. ഹല്ലേലൂയ. ഉറക്കെ ഹല്ലേലൂയ. അവൻ വീണ്ടും വരാൻ പോകുന്നുണ്ട്. അതുകൊണ്ട് എനിക്കൊരു പ്രത്യാശയുണ്ട്. വീണ്ടും അവന്റെ നാമം സകല നാമത്തിന് മേലായ നാമമാണ്. ഈ നാമത്തിന് മുമ്പാകെ എല്ലാം മുഴങ്കാലം മടങ്ങുകയാണ്. മാത്രമല്ല ഈ നാമം എല്ലാവരും ഏറ്റുപറയുവാൻ തക്കവണ്ണം ഇടവരുത്തപ്പെടുകയാണ്. ഉറക്കെ പറഞ്ഞ ഈ നാമം, ഉറക്കെ പറഞ്ഞ യേശുവിന്റെ നാമം സകല നാമത്തിന് മേലായ നാമം. അർത്ഥം, ഈ ദേശത്ത് ഭരിക്കുന്ന പിശാച് നിന്റെ നാമത്തെക്കാളും വലിയ നാമമായ യേശുവിന്റെ നാമം. അതുകൊണ്ട് കണ്ണന്നൂരിന്റെ മേൽ വ്യാപരിക്കുന്ന പിശാച് നിനക്ക് യേശുവിന്റെ മുമ്പാകെ നിൽക്കുവാൻ കഴിയത്തില്ല. Praise the Lord. കാരണം യേശുവിന്റെ നാമം സകല നാമത്തിന് മേലായ നാമമാണ്. നിന്റെ കുടുംബത്തിന് നിൽക്കുന്ന സകല പിശാചിനേക്കാളും വലിയ നാമമാണ് യേശുവിന്റെ നാമം. നിന്നെ തകർക്കുവാൻ തക്കവണ്ണം വെളിപ്പെട്ട് നിൽക്കുന്ന സകല പൈശാചിക വ്യാപാരങ്ങളെക്കാളും യേശുവിന്റെ നാമം വലിയ നാമമാ. ക്യാൻസറിനെക്കാൾ നാമമുണ്ടോ? ആ നാമം യേശുവിന്റെ നാമമാ. എയ്ഡ്സിനെക്കാളും വലിയ നാമമുണ്ടോ? ആ നാമം യേശുവിന്റെ നാമം. മനുഷ്യൻ പേടിക്കുന്ന ഏറ്റവും വലിയ പനി പന്നിപ്പനിയ. ചിക്കൻ ഗുനിയ വരുമ്പോഴേ ആളുകൾ പേടിക്കുകയാണ്. അവിടെ ഒരു മോനുണ്ട്, അവനൊന്ന് എഴുന്നേറ്റ് അവന് കഴിഞ്ഞ 2-3 ആഴ്ചകൾക്ക് മുമ്പേ, അവന് കഴിഞ്ഞ 1 മാസത്തിന് മുമ്പേ എങ്ങാണ്ടോ അവന് ചിക്കൻ ഗുനിയ വന്നു. ഇവന് ചിക്കൻ ഗുനിയ വന്നിട്ട് ഇവന്റെ കാല് ഇങ്ങനെ വളഞ്ഞ് ഇങ്ങനെ പോയി. ഇവൻ നടന്നത് ഇങ്ങനെയാ നടന്നത്. ഞാൻ നോക്കിക്കൊണ്ട് നിൽക്കുമ്പോ ഇവൻ ഞങ്ങളെ കൺമുമ്പേ ഇങ്ങനെ വളഞ്ഞുള്ള കാലുള്ളവനായി മാറ്റപ്പെടും. നേരെ നിവർന്ന് നിൽക്കുന്ന ഇവന്റെ കാലുകൾ ഇങ്ങനെ വളയുവാൻ തക്കവണ്ണം ചിക്കൻ ഗുനിയയ്ക്ക് സാധ്യമായി. പക്ഷേ ഞങ്ങൾ അവന്റെ അടുക്കലേക്ക് ചെന്നു. അത് സകല നാമത്തിന് മേലായ നാമമുള്ള നസ്രായ നാമത്തിൽ അവന്റെ കാൽമേൽ കരം വെച്ചിട്ട് പറഞ്ഞു, ഹേ വളവിന്റെ ആത്മാവെ വിട്ടവോ പറഞ്ഞു തീരുന്നതിന് മാത്രമല്ല അവന്റെ കാലുകൾ നേരെയാകുകയാണ്. അർത്ഥം, നിന്റെ വളഞ്ഞ കാലുകൾ ഉളവാക്കിയ പിശാചിനെക്കാളും വലിയ നാമമായി എന്റെ യേശുവിന്റെ നാമം. യേശുവിന്റെ നാമം വലിയ നാമമായതുകൊണ്ട് അന്ന് സുന്ദരമെന്ന ദേവാലയത്തിനരികിലെ പത്രോസും മാത്രമല്ല യോഹാനാനും വന്നിട്ട് ആ ജന്മനാളെ മുടന്തനായ മനുഷ്യനെ നോക്കിയടാ, എനിക്ക് പൊന്നും വെള്ളിയും എനിക്കില്ല നിനക്ക് തരുമ്പോൾ, പക്ഷെ എനിക്കൊരു കാര്യമുണ്ട്, യേശുവിന്റെ നാമമാ. ആ നാമത്തിൽ എഴുതി നടക്കെന്ന് പറഞ്ഞ മാത്രമല്ല അവൻ നടന്നെങ്കിൽ ഇത് രാത്രി കാലത്തിന്റെ ജീവിതത്തിനകത്ത് നടക്കത്തില്ല എന്ന് പിശാച് വെല്ലുവിളിക്കുന്ന സകല വിഷയങ്ങളെ നിനക്ക് തരുവാൻ ഈ ക്രിസ്തുവിന് സാധ്യത. വിശ്വസിച്ചോ. കാണും, ഈ നാമം ഏറ്റവും വലിയ നാമമാ. ഏറ്റവും വലിയ നാമം. ഉറക്കെ പറഞ്ഞ വലിയ നാമം. ഉറക്കെ പറഞ്ഞ വലിയ നാമം. ഉറക്കെ പറഞ്ഞ വലിയ നാമം. വലിയ നാമം. ഉറക്കെ പറഞ്ഞ വലിയ നാമം. യേശുവിന്റെ നാമം വലിയ നാമം. ഉറക്കെ പറഞ്ഞ വലിയ നാമം. ഉറക്കെ പറഞ്ഞേ. വേദപുസ്തകം രേഖപ്പെടുത്തുന്നു, നീണ്ട ദിവസങ്ങൾ പൗലോസും ശീലാസും അന്ന് ഫിലിപ്പിയിലെ ഡൽഹിയിൽ ദൈവത്തിന്റെ വചനം പ്രസംഗിക്കുവാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ അതേ വെളിച്ചപ്പാടത്തിന്റെ ആത്മാവുള്ള സ്ത്രീ അല്ലെങ്കിൽ ഒരു സ്ലേവ് ഗേൾ വേദപുസ്തകം പഠിപ്പിക്കുന്ന എന്താ? അതേ പൈത്തോണിന്റെ ആത്മാവ് പെരുമാമിന്റെ ആത്മാവിനെ പ്രാപിച്ചു വരുവാൾ എന്ന വേദപുസ്തകം വ്യക്തമായി പഠിപ്പിക്കുന്നത്. ഹലോ, ഉറക്കെ ഹല്ലേലൂയ.
പെരുമ്പാമ്പിന്റെ ആത്മാവുള്ളവൾ, പാമ്പിന്റെ ആത്മാവുള്ളവൾ, കണക്ക് പറയുന്ന ആത്മാവുള്ളവൾ, വെളിച്ചപ്പാട് പറയുന്ന ആത്മാവുള്ളവൾ, ദൈവത്തിന്റെ ആത്മാവിനല്ലാതെ മറ്റു ചില ആത്മാവിനാൽ ഭാവിയെ പ്രവചിക്കുന്ന ആത്മാവുള്ളവൾ. പൗലോസിനെ ശീലാസിനെ നോക്കിയിട്ട് പ്രകാരം പറഞ്ഞു, These are the men who are preaching the way to be saved. രക്ഷിക്കപ്പെടുവാനുള്ള മാർഗം വിളിച്ചു പറയുന്ന ദൈവത്തിന്റെ ഭക്തന്മാരത്രയായി പറഞ്ഞു. ഈ പൗലോസിനെ നോക്കി ശീലാസിനെ നോക്കി വെളിച്ചപ്പാടത്തിക്കാരെ വിളിച്ചു പറഞ്ഞു. ഇവൾ അനവധി ദിവസങ്ങൾ വിളിച്ചു പറഞ്ഞു. വല്ലാതെ മുഷിഞ്ഞിട്ട് പൗലോസ് ഇവൾ നോക്കി പറഞ്ഞു, ഹേ ദുഷ്ടപിശാചേ, ഇവളിൽ വ്യാപരിക്കുന്ന ദുഷ്ടപിശാചേ, യേശുവിന്റെ നാമത്തിൽ വിട്ടുപോ എന്ന് പറഞ്ഞ മാത്രമേ പിശാച് വിട്ടുപോയി. അർത്ഥം എന്താ? നീ നസ്രായന്റെ നാമം ധരിച്ചുകൊണ്ട് നിന്റെ കുടുംബത്തിനെതിരെ നിൽക്കുന്ന പിശാചിനെ നോക്കിക്കൊണ്ട്, എടാ പിശാചേ അഴിഞ്ഞു പോടാ എന്ന് പറഞ്ഞാൽ പിശാച് പോയിരിക്കും. ആമേൻ. കാരണം പിശാച് നിൽക്കുവാൻ വന്നതല്ല, പിശാച് പോകുവാൻ വന്നതാ. പിശാചിന്റെ ജീവിതത്തിന്റെ പേര് പരിപൂർണമായി കൊടികുത്തി വാഴുവാൻ, പരിപൂർണമായി പാരമ്പര്യം പറയുവാൻ, അവകാശം പറയുവാൻ വന്ന പിശാചല്ല, പോകുവാൻ വന്ന പിശാച. കാരണം യേശുവിന്റെ നാമം ഈ പിശാചിനെക്കാളും വലിയ നാമമാ. ഉറക്കെ സ്തുതിച്ചേ ഹല്ലേലൂയ. എന്റെ യേശുവിന്റെ നാമം നിന്റെ മേൽ വന്നിട്ടുണ്ടോ? ഈ നാമം ധരിച്ചുകൊണ്ട്, യേശുവിന്റെ നാമം ധരിച്ചുകൊണ്ട് നിനക്കെതിരെ നിൽക്കുന്ന സാഹചര്യങ്ങൾ നോക്കി നീ പറ, അത് മാറിയിരിക്കും. എന്റെ കാലുകളിൽ എല്ലുകളില്ലായിരുന്നു, എന്റെ കാലുകൾ തകർന്ന കാലായിരുന്നു. ആദ്യത്തെ 3 മെറ്റാടാർസൽ ബോൺസ് റോക്ടാസ് റിമൂവ് ചെയ്തു. പക്ഷെ ഞാൻ ഈ കാലിനെ നോക്കി പറഞ്ഞു, കാലേ യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകാ. എല്ലുകളില്ലാത്ത ഭാഗത്ത് നോക്കി പറഞ്ഞു, എല്ലേ യേശുവിന്റെ നാമത്തിൽ ഉണ്ടായി വാ പറഞ്ഞ മാത്രമേ ചിലത് സംഭവിക്കുവാൻ തുടങ്ങി. കാരണം യേശുവിന്റെ നാമം സകല നാമത്തിന് മേലായ നാമമാണ്. ഈ നാമത്തിന് മുമ്പായി എല്ലാ മുഴങ്കാലും മടങ്ങും, എല്ലാ മനുഷ്യരുടെ നാമം മുടങ്ങും, എല്ലാ മനുഷ്യരുടെ മുഴങ്കാലം മടങ്ങും. ഇന്ന് യേശുവിന്റെ മുമ്പാകെ മുട്ടുമടക്കത്തില്ലെന്ന് പറയുന്ന സകല വ്യക്തികളുടെ മുഴങ്കാലം മടങ്ങും എന്ന് പറയുന്ന സകല വ്യക്തികളും അംഗീകരിക്കുവാനിടയാകും. ഗ്രാം സയൻസിനെ പരിപൂർണമായി തകർത്തു കളഞ്ഞ ആ ധാരാസിക്ക് കഴിഞ്ഞ ചില മാസങ്ങൾക്ക് മുമ്പേ ജലത്തിൽ മുങ്ങി സ്നാനപ്പെടുവാൻ, ദൈവവൈതലായി തീരുവാൻ, ദൈവസഭയോട് ചേർക്കപ്പെടുവാൻ സ്വർഗത്തിലെ ദൈവം ഇടയാക്കിയെങ്കിൽ ക്രിസ്തുവിന്റെ നാമത്തെ തള്ളി പറയുന്ന, ക്രിസ്തുവിന്റെ നാമം അംഗീകരിക്കുവാൻ കഴിയത്തില്ലെന്ന് പറയുന്ന സകല വ്യക്തികളെ കൺമുമ്പിൽ ഞാൻ വിളിച്ചു പറയുന്നു, സകല യേശുവിന്റെ നാമം അംഗീകരിക്കുവാൻ കഴിയുന്ന ദിവസം ഇതാ യേശുവിന്റെ നാമത്തിൽ വേഗത്തിലാകുവാൻ പോകുകയാ. ഇന്ന് രാത്രി യേശുവിന്റെ നാമം വലിയ നാമം. ഉറക്കെ പറഞ്ഞ യേശുവിന്റെ നാമം, ഉറക്കെ പറഞ്ഞ യേശുവിന്റെ നാമം, ഉറക്കെ പറഞ്ഞ യേശുവിന്റെ നാമം, ഉറക്കെ പറഞ്ഞ യേശുവിന്റെ നാമം. ഇരിപ്പിടുന്ന രാത്രി കാലം ഇരിക്കുന്ന ഇരിപ്പിടം വിട്ട് എഴുന്നേറ്റ് ആ കരങ്ങൾ ഉയർത്തിപ്പിടിച്ച്, ആ കരങ്ങളെ ഉയർത്തിപ്പിടിച്ച്, ആ കരങ്ങളെ ഉയർത്തിപ്പിടിച്ച കരങ്ങളുമായി ഏറ്റവും വേഗത്തിൽ മുമ്പിലേക്ക് ഓടിവാ. യേശുവേ, ഉറക്കെ പറഞ്ഞ യേശുവേ, എല്ലാ ആദരങ്ങളെ ചലിപ്പിച്ച് പറഞ്ഞ യേശുവേ, ഉറക്കെ പറഞ്ഞ യേശുവേ, ഉറക്കെ പറഞ്ഞ യേശു. ഇന്ന് രാത്രി കാലം യേശുവിന്റെ ആത്മാവിന്റെ രാത്രി കാലമേ ഗ്രൗണ്ടിനകത്ത് വെളിപ്പെടുകയാണ്. പരിശുദ്ധന്റെ ആത്മാവിന്റെ രാത്രി കാലമേ ഗ്രൗണ്ടിനകത്ത് വെളിപ്പെടുകയാണ്. അന്ധകാരങ്ങളെ പരിപൂർണമായി തച്ചുടയ്ക്കുന്ന, പൈശാചികത്വങ്ങളെ പരിപൂർണമായി ത്രമണം കളിവയ്ക്കുന്ന ദൈവത്തിന്റെ ആത്മാവിന്റെ കലമിന്റെ രാത്രി കാലത്തിനകത്ത് വെളിപ്പെട്ട് വന്നിരിക്കുന്നു. അഭിഷേകത്തിൽ നിറയപ്പെടേണ്ടവർ അഭിഷേകത്തിൽ നിറയപ്പെടുവാൻ ആരംഭിക്കുക. അഭിഷേകത്തിലെ ശക്തി രാത്രി കാലം ഈ ഗ്രൗണ്ടിനകത്ത് വെളിപ്പെടുകയാണ്. മാറത്തിൽ എന്ന് പറയുന്ന സകല അന്ധകാരത്തിലെ ശക്തികളുടെ കാലം യേശുവിന്റെ നാമത്തിൽ വഴിമാറുന്നു. പിശാചിന്റെ കെട്ടുകൾ പൊട്ടുന്നു. അന്ധകാരത്തിലെ കെട്ടുകൾ രാത്രികാലം അണിയുകയാണ്. മാറാത്ത രോഗങ്ങൾ രാത്രികാലം മാറുകയാണ്. സകല വൈശാചികത്വങ്ങൾ രാത്രികാലം യേശുവിന്റെ നാമത്തിൽ അണിയുകയാണ്. ദുഷ്ട അന്തരീക്ഷങ്ങൾ യേശുവിന്റെ നാമത്തിൽ നീങ്ങി പോകുന്നു. വ്യക്തികളെ പിടിച്ചമർത്തുന്ന വൈശാചിക വ്യാപാരങ്ങൾ അഭിഷേകത്താൽ ആത്മാവുള്ളവർ ഒരുമിച്ച് ദൈവത്തെ സ്തുതിച്ചേ, ആത്മാവുള്ളവർ ദൈവത്തെ സ്തുതിച്ചേ. Pray in the spirit, pray in the spirit. ആത്മാവിൽ പ്രാർത്ഥിച്ചേ, ആത്മാവിൽ പ്രാർത്ഥിച്ചേ, ആത്മാവിൽ പ്രാർത്ഥിച്ചേ, ആത്മാവിൽ ആത്മാവിൽ ദൈവാത്മാവിൽ ദൈവാത്മാവിൽ ആത്മാവിൽ 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 ദൈവാത്മാവിൽ ദൈവാത്മാവിൽ ശക്തിയോടെ അഭിഷേകമുള്ളവർ അന്യഭാഷ ഉള്ളവർ ദൈവത്തെ സ്തുതിച്ചേ.
ഈഗതനം തികറുക്കുറിയം ഗുണഘടക സീനകതിരന്തരം തികറുക്കുറിയം ഗുണഘടകം ഈഗതനാഥ